ഓം ഓം ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ഗംഗണപതയേ നമഃ. ഓം സരസ്വത്യേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ക്ഷേത്രാങ്കണത്തിൽ വന്നിരുന്ന് സന്ധ്യാസമയത്ത് ഒരു സത്സംഗം കൂടുക. പ്രത്യേകിച്ചും ഇന്ന് സമ്പൂർണ്ണ രാമായണ പാരായണം സമർപ്പിച്ചു. സമ്പൂർണമായും ഒരു ദിവസം കൊണ്ട് 12 മണിക്കൂർ കൊണ്ട് രാമായണം സമർപ്പിക്കുക. പ്രത്യേകിച്ചും ഒരു മഹാദേവന്റെ ക്ഷേത്രത്തിൽ. എങ്ങനെയാ രാമായണം തുടങ്ങണ തന്നെയാ ഉമാമഹേശ്വര സംവാദം. മഹാദേവനാണ് സത്യത്തിൽ രാമായണ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. വാൽമീകി രാമായണത്തിലും അങ്ങനെയാ. മഹാദേവൻ ആ കൈലാസത്തിന് മുകളിൽ അങ്ങനെ ഇരിക്കുമ്പോ ആ തിരുജടയിൽ നിന്നും ഒഴുകി ഇറങ്ങി വരുന്ന ഗംഗാദേവി എങ്ങോട്ടാണ് ഒഴുകിയെത്തുന്ന? നദികളായി അരുവികളായി സമുദ്രത്തിലേക്ക് ചേരുമ്പോൾ ആ സമുദ്രമാണ് 24,000 ശ്ലോകങ്ങളുള്ള വാൽമീകി രാമായണം. സമുദ്രത്തിനുള്ളിൽ മുത്തുകളും പവിഴങ്ങളും ചിപ്പികളും എല്ലാം ഉണ്ട്. പക്ഷേ അതിനടിത്തട്ടിലേക്ക് നമ്മൾ ഊർന്നിറങ്ങണം. അതുപോലെയാണ് വാൽമീകി രാമായണം. 24,000 ശ്ലോകങ്ങൾ സാധാരണക്കാരന് വായിച്ചാൽ മനസ്സിലാവില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാമുനീശ്വരന്മാർക്ക് മനസ്സിലാവുക. വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും സാധാരണക്കാർക്ക് മനസ്സിലാവാത്തത് കൊണ്ട് എന്ത് ചെയ്തു? പലതരം രാമായണങ്ങൾ രചിച്ചു. 100 കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ എന്ന് രാമായണത്തിൽ നിങ്ങൾ വായിച്ചൂലേ? അത്രയും രാമായണങ്ങൾ, കമ്പരാമായണം, രാമചരിതമാനസം, നമ്മളുടെ അധ്യാത്മ രാമായണം, ഇങ്ങനെ രാമായണങ്ങളുണ്ട്. ഈ സമുദ്രത്തിൽ നിന്നും വീണ്ടും ഈ ഗംഗാജലം ആവിയായി നമ്മൾ പഠിക്കുന്നു. മഴയായി ശുദ്ധമായ മഴവെള്ളമായി നമുക്ക് ലഭിക്കുന്നു. വീണ്ടും അത് നദിയായി ഒഴുകുന്നു. അതാണ് അധ്യാത്മ രാമായണം. ശുദ്ധമായ ഗംഗാ തീർത്ഥമാണ് അധ്യാത്മ രാമായണം. ആ രാമായണത്തിൽ ഒരുപാട് മുത്തുകളും പവിഴങ്ങളും ഉണ്ട്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് രചിച്ച ആദികാവ്യമായ ഈ രാമായണം നമ്മൾ ദിവസേന നമ്മുടെ വീട്ടിൽ പാരായണം ചെയ്തത്. അതാണ് രാമായണത്തിൻ്റെ മഹത്വം. പിന്നെ സാധാരണക്കാരന് വേദതത്വം വളരെ ലളിതമായി മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന ഗ്രന്ഥമാണ് രാമായണം. ഇതിഹാസ പുരാണം ച പഞ്ചമോ വേദ ഉച്യതേ എന്ന് ഭാഗവതം പറയുന്നു. ഇതിഹാസങ്ങളും പുരാണങ്ങളും പഞ്ചമവേദം എന്നറിയപ്പെടുന്നു. ആദ്യത്തെ 4 വേദങ്ങൾ അറിയാം: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. പക്ഷേ ഇതിഹാസങ്ങളും പുരാണങ്ങളും എന്തുകൊണ്ടാണ് പഞ്ചമവേദം എന്നറിയപ്പെടുന്നത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഇതിഹാസങ്ങൾ എന്താ? ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഇതി ഇഹ ആസീത്, അതാണ് ഇതിഹാസം. ഇത് ഇവിടെ സംഭവിച്ചതാണ്.
അപ്പോൾ നമ്മൾ ഈ കഥ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇപ്പോൾ രാമൻ ജനിച്ച കഥ, പുത്രകാമേഷ്ടി, അതുപോലെ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ പോയി, അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, കാനനവാസം ചെയ്യേണ്ടി വരുന്നു, കല്യാണം കഴിച്ചതിന് ശേഷം വീണ്ടും കാനനവാസം കഴിഞ്ഞ് രാവണനെ വധിക്കുന്നു, ഇങ്ങനെ ഒരുപാട് കഥകൾ. ഇത് വെറും കഥകളല്ല, കഥകളിലൂടെ വേദതത്വങ്ങൾ നമുക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുക. മനുഷ്യരൂപത്തിൽ ഇവിടെ നമ്മൾ അവതരിക്കുന്നില്ല, ഭഗവാൻ അവതരിച്ചു. നമ്മളെല്ലാം ജനിച്ചു അല്ലെങ്കിൽ മരിച്ചു എന്നാ പറയാ. ഭഗവാൻ അവതരിച്ചു, സ്വർഗാരോഹണം ചെയ്തു. അങ്ങനെയാകുമ്പോൾ ഒരു മനുഷ്യനായി ഇവിടെ ജനിച്ചാൽ ധർമ്മത്തിൽ അധിഷ്ഠിതമായി സത്യത്തിൽ നിലയുറച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കണം? അന്ന് ഈ ഭാരതാംബ മുഴുവൻ രാമരാജ്യമായിരുന്നു. ഇപ്പോഴത്തെ ഇന്ത്യ അല്ല കേട്ടോ, വിഭജിച്ച് പോകാത്ത എല്ലാ ഭാഗവും നമ്മുടെ പഴയ ഇന്ത്യയുടെ ഭാഗം. ഇപ്പോൾ പക്ഷേ നമ്മളൊരു 10 സെന്റിലാണ് നമുക്കൊരു വീടെങ്കിലും ആ ഒരു നമ്മുടെ രാജ്യം അത് ഭരിക്കാൻ നമ്മൾ പ്രാപ്തരല്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കണേ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇതിന് സാധ്യമാവാത്തത്? അത് എങ്ങനെ ധർമ്മത്തിൽ ഊന്നി നിന്നുകൊണ്ട് ചെയ്യാം എന്ന് രാമായണ കഥ നമ്മളെ പഠിപ്പിക്കുക. ഈ രാമസ്യ അയനം, അതാണ് രാമായണം. അപ്പോൾ രാമന്റെ സഞ്ചാരം ആണ് രാമായണം. രാമൻ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എങ്ങനെ രാമനെ ധർമ്മത്തിൻ്റെ, എങ്ങനെയാ പറയുന്നേ വാൽമീകി രാമായണം, രാമോ വിഗ്രഹവാൻ ധർമ്മ, രാമൻ ധർമ്മത്തിൻ്റെ വിഗ്രഹം തന്നെ ആകുന്നു. പലരും രാമായണ കഥയെ ചോദ്യം ചെയ്യാറുണ്ട്, വളരെ വിമർശനാത്മകമായി ചോദ്യം ചെയ്യാറുണ്ട്. പക്ഷേ എന്നിട്ടും രാമായണം പ്രസക്തമായി തന്നെ ഇരിക്കുന്നു. അതിനപ്പുറം രാമായണം പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കുറച്ച് സംശയങ്ങളെ കുറിച്ച് പറഞ്ഞു. ആദ്യം ക്ഷേത്രം ഉണ്ടായതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ രാമായണം വായിച്ചത്. എന്താണ് ക്ഷേത്രം? ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര. ക്ഷയത്തിൽ നിന്നും ത്രാണനം ചെയ്യാൻ കഴിവുള്ള ഒരു കേന്ദ്രമാണ് ക്ഷേത്രം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ നാരായണ. ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര. ക്ഷയത്തിൽ നിന്ന്, ഏത് ക്ഷയത്തിൽ നിന്ന്? ആധ്യാത്മികമായ ഒരുപാട് ക്ഷയങ്ങൾ നമുക്കുണ്ട്. നമ്മൾ ഭൂരിപക്ഷം പേരും ഭൗതികമായ ക്ഷയങ്ങൾക്ക് വേണ്ടി അത് തീർക്കാനാ ക്ഷേത്രത്തിൽ വരിക. ഈ 2 ക്ഷയങ്ങൾ തീർക്കാൻ വേണ്ടി നമ്മൾ ക്ഷേത്രത്തിൽ വരിക. ആധ്യാത്മികമായ ആത്മീയമായ ക്ഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളതാണ് ശരിക്കും നശിച്ചു പോവുക. സത്യത്തിൽ ഹൈന്ദവന് അങ്ങനെ ഒരു സംസ്കാരം കിട്ടുന്നില്ല, മതപഠനം ഇല്ല, അതാണ് ഒരു പ്രശ്നം. അപ്പൊ എന്താണ് ക്ഷേത്രം? അപ്പൊ ഗീതയൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൽ കാണാം, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഹേ കുന്തിപുത്ര, അതാണ് കൗന്ദേയ, നീ കുന്തിയുടെ മകനാന്ന് ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ ഓർമ്മിപ്പിക്കുക. കുന്തി ക്ഷമയുടെ മാതൃകയാണ് കുന്തി മാതാവ്, അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. അപ്പോ ഹേ കുന്തിപുത്ര, ശരീരം ക്ഷേത്രവുമാകുന്നു. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ശരീരം, ഇതിനുള്ളിലിരിക്കുന്ന ക്ഷേത്രം ഏതാ? ഈ ശരീരം ക്ഷേത്രമാണെങ്കിൽ ഇതിനുള്ളിലിരിക്കുന്ന ജീവാത്മാവ് ബിംബമാണ്. നമ്മൾ അവിടെ പോയി നിന്ന് തൊഴുത് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ബിംബം അവിടെ പ്രതിബിംബിക്കുന്നു. പരമാത്മാവാണ് മഹാദേവൻ. മഹാദേവൻ നിങ്ങളെ അങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക അല്ലേ? നോക്കൂ, അഭയമുദ്രയും വരം നൽകിക്കൊണ്ടിരിക്കുന്ന ആ ഭാവമൊക്കെ നിങ്ങൾക്ക് കാണാം. ഇനി ഓരോ മഹാക്ഷേത്രങ്ങൾക്കും ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ അറിയണം. ഇപ്പൊ ഇവിടെ തന്നെ വന്നിട്ട് പലരും പലതരത്തിൽ പ്രഭാഷണം നടത്തി പോകുന്നു. തെറ്റു പറയാൻ പറ്റില്ല. ഇപ്പോൾ IAS ഉള്ള ഒരു വ്യക്തി പ്രഭാഷണം നടത്തിയ രാമായണത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. സീത എത്ര വർഷം ലങ്കയിലിരുന്നു? എത്ര വർഷം ഇരുന്നു എന്നാ നിങ്ങൾ വായിച്ചേ? 1 വർഷമല്ലേ ശ്രീലങ്കയിൽ പോയിട്ടിരുന്നുള്ളൂ. അങ്ങനെ തന്നെ പറയുന്നുണ്ട് പല സ്ഥലങ്ങളിലും രാമായണത്തിൽ. വായിച്ചു പോകും, അർത്ഥമൊന്നും ചിന്തിക്കില്ല. പക്ഷെ അദ്ദേഹം 10 വർഷം പോയിരുന്നു, ഓപ്പൺ ജയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് പറയുന്നത്. നമ്മുടെ ഹൈന്ദവര് മറ്റുള്ളവർ പറയുന്നത് കണ്ണടച്ച് അങ്ങനെ വിശ്വസിച്ച് സ്വീകരിക്കും.
അത് കേട്ട് ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ കേട്ട് പലരും പലയിടത്തും പ്രഭാഷണം നടത്തും. നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒരു ഗ്രന്ഥത്തിൽ നമുക്ക് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പലതുണ്ട്. ഇപ്പൊ ഇവിടെ വന്നാൽ തന്നെ നിങ്ങൾക്കറിയാം, ഓ മുറിച്ച് കടക്കരുത് അല്ലെ, പൂർണ്ണ പ്രദക്ഷിണം അരുത്, അത് ഇവിടെയാ പറഞ്ഞേ എന്ന് നമ്മൾ അറിയണ്ടേ. ശിവപുരാണത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മഹാക്ഷേത്രങ്ങളിലെ കൊട്ടിയൂരൊക്കെ ശിവപുരാണം വായിക്കുന്നത് കാണാം. ഇവിടെ ഓ മുറിച്ച് കിടക്കരുത്, ശിവാഗമ ചൂടാമണി അതാ പറയുന്നത്. ശിവാഗമ ചൂടാമണി എന്ന ഗ്രന്ഥത്തിൽ അതിൽ പറയുന്നതാണ് ഓ മുറിച്ച് കിടക്കരുത്. അതായത് സോമസൂത്രം എന്നാ ഓവിന് പറയാ. സോമസൂത്രം ന ലംഘയേത്, ലംഘിക്കരുത്, സോമസൂത്രം മറിച്ച് കിടക്കരുത്. അതെന്തുകൊണ്ടാ? അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കഥകളിലൂടെ വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം എങ്ങനെയാ പ്രദക്ഷിണം വെക്കേണ്ടേ? എന്താ പ്രദക്ഷിണം? എന്താണ് ക്ഷേത്രം? ക്ഷേത്രം നമ്മുടെ ശരീരത്തിന് 9 തുളകൾ നിങ്ങൾ കണ്ടില്ലേ? ഭഗവാന്റെ ഓടക്കൊള്ളി നോക്കൂ, 9 തുളകൾ കാണാം. ഭഗവാൻ അതിലിങ്ങനെ അമർത്തുമ്പോൾ പലതരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാവും. ഇനി നമ്മുടെ ശരീരത്തിനുള്ളിൽ, ക്ഷേത്രമാണ് ശരീരമെങ്കിൽ ഭഗവാൻ ഇരിക്കുന്നത് പോലെ ആ ഗർഭഗൃഹത്തിനുള്ളിൽ ഭഗവാൻ അങ്ങനെ ഇരിക്കുക. ഇനിയിപ്പോ നമ്മൾ ഇവിടെ വന്ന് തൊഴുന്ന സമയത്ത് മഹാക്ഷേത്രങ്ങളും ഈ ക്ഷേത്രവും തമ്മിൽ വ്യത്യാസമുണ്ട്. മഹാക്ഷേത്രം അല്ല ഇത്. മഹാക്ഷേത്രത്തിന് ഉദാഹരണമാണ് വൈക്കത്തെ മഹാദേവ ക്ഷേത്രം, തിരുവേഗപ്പുര മഹാദേവ ക്ഷേത്രം. ഇതൊക്കെ മഹാക്ഷേത്രങ്ങളാണ്. ഈ മഹാക്ഷേത്രം എന്ന് പറയുമ്പോൾ എല്ലാ അംഗങ്ങളും ഉണ്ടായിരിക്കും. അതായത് ഭഗവാൻ അങ്ങനെ മലന്ന് കിടക്കുകയാണെങ്കിൽ ശ്രീലകം ഭഗവാന്റെ തലയാണ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ടോ അവിടെ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവിടെ കണ്ടു ഒരു നമസ്കാര മണ്ഡപം, അത് ഭഗവാന്റെ കഴുത്ത. അവിടെ ഇരുന്ന വേദജപമൊക്കെ നടത്തുക. തിരുമേനി അവിടെ നിന്ന് ജപിക്കുന്നു കണ്ടില്ലേ? ഇനി അവിടെയൊക്കെ ഓരോ ബലിക്കല്ലുകൾ വെച്ച് നിങ്ങൾ കാണുന്നുണ്ട്. അതെന്താണ്? അറിഞ്ഞ് ആരാധിക്കണം നമ്മൾ. അതെന്താണ് അറിയാത്തത് കൊണ്ടാ. ഈ അഷ്ടദിക്പാലകന്മാരും ഈ അഷ്ടദിക്പാലകന്മാർക്കും ഓരോ അധീന ദേവതകളുണ്ട്. ആ ദേവതകളും അതിൽ കുടികൊള്ളുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ പുറമേ കൂടെയും നമ്മള് ബലിക്കല്ല് കാണും. നാലമ്പലത്തിനുള്ളിൽ പ്രദക്ഷിണ വയ്ക്കുമ്പോഴും ബലിക്കല്ല് കാണും. ഇതിനും പ്രത്യേകതകളുണ്ട്. പുറത്ത് ഭൂതഗണങ്ങൾക്ക് വേണ്ടി നമ്മൾ ശ്രീഭൂതബലി തൂവാറുണ്ട്. ഈ ബലിക്കല്ല് 8 ദിക്കുകളിലായിട്ടാ. 8 എണ്ണം നിങ്ങൾക്ക് അവിടെ എണ്ണുമ്പോ കാണാം. 4 ദിക്കുകൾ കൂടാതെ കിഴക്ക് വടക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോ കിഴക്ക് വടക്ക് ഈശാന കോണ, കിഴക്ക് വടക്ക് ഈശാനനെയാ അവിടെ വെച്ചിരിക്കുന്നത്. കിഴക്ക് ഭാഗത്ത് കാണുന്ന വെലിക്കല്ല് ഇന്ദ്രനെ തന്നെ പ്രതിനിധീകരിക്കുന്നു. ഇങ്ങനെ ഏത് ദേവതകളാ എന്നൊന്നും നമ്മൾ അറിയണ്ട. ഇത് അഷ്ടദിക്പാലകന്മാരെ പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ട് ഇതിൽ ചവിട്ടാനോ ഇത് മറികടക്കാനോ പാടില്ല. കുട്ടികൾ ചവിട്ടുമ്പോൾ നമ്മൾ എന്താ പറയാ? തൊട്ട് നിറവ് ശരിക്കും അതിൽ തൊടരുത് എന്നാ പറയാ. നമ്മൾ അതിൽ ചവിട്ടരുത്. ഇനി നിങ്ങളുടെ ക്ഷേത്രം മഹാക്ഷേത്രമാണെങ്കിൽ നമ്മൾ കയറി വരുമ്പോ വലിയ ഈ ആനപ്പള്ള മതിൽ എന്ന് പറഞ്ഞു കണ്ടിട്ടോ? മഹാദേവന്റെ ക്ഷേത്രത്തിന് അത് പ്രത്യേകിച്ചും കാണാം. വൈക്കത്തും തിരുവേഗപ്പുറയൊക്കെ കാണാം. ആ മതില് മര്യാദ എന്നാണ് അറിയപ്പെടുക. ഈ മതില് കയറി വരുന്ന സ്ഥലത്ത് വലിയ ഗോപുരം ഉണ്ടായിരിക്കും. ഈ ഗോപുരം ഭഗവാന്റെ പാദങ്ങളാ. ഭഗവാൻ അങ്ങനെ മലന്ന് കിടക്കുകയാണെങ്കിൽ ഭഗവാന്റെ പാദങ്ങളാണ് ഗോപുരം. അതുകൊണ്ടാണ് ഭഗവാന്റെ മുകളിൽ നമ്മൾ ആ ദേവശരീരത്തിൽ ചവിട്ടി നടക്കാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എല്ലാ ഭാഗത്തും ചവിട്ടി ചളിയൊക്കെ ആയ ചെരുപ്പ് ഊരി മാറ്റി വെക്കുന്നു. ബഹുമാനത്തോടു കൂടി നമ്മൾ നമ്മുടെ ഷർട്ട് ആണുങ്ങൾ ഊരി മാറ്റുന്നു. അതെന്താണോ? സ്ത്രീകൾക്ക് ഈ നടപ്പങ്ങോട്ട് തുറന്നില്ലേ? നടങ്ങോട്ട് തുറക്കുമ്പോൾ നമ്മൾ 2 സൈഡിലും നിന്നിട്ടല്ലേ ശംഭോ മഹാദേവ എന്ന് വിളിക്കുന്നേ. ആ സമയത്ത് ഭഗവാന്റെ ആ ചൈതന്യം സർപ്പിള ആകൃതിയിലാണ് പുറത്തേക്ക് ഒഴുകി വരിക. അതുകൊണ്ടാണ് നടുക്ക നിൽക്കരുത് എന്ന് പറയുന്നത്. നമുക്കത് കിട്ടണമെങ്കിൽ ആ നട തുറന്ന് തന്നെ നിൽക്കണം. ഈ തലപ്പ് വരെ അത് വരും. സ്ത്രീകൾക്ക് ആ ചൈതന്യം തല കൊണ്ട് സ്വീകരിക്കാനുള്ള കഴിവുണ്ട്. ആണുങ്ങൾക്ക് അവരുടെ ശരീരത്തിലേക്ക് നേരിട്ട് സ്വീകരിക്കണമെങ്കിൽ അവർ ഷർട്ട് ഊരിയിട്ടുണ്ടാവണം. അതാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം. അതൊരു കാര്യം മനസ്സിലാക്കുക. നട അടച്ചു നിന്ന് തൊഴരുത്. അതൊക്കെ പറയും എന്തുകൊണ്ടാ എന്നുള്ളതിന്റെ ഉത്തരാണ് ഇത്. ഇനിയിപ്പോൾ അവിടെ നിന്നും ഭഗവാന്റെ കാൽപാദങ്ങളിൽ ചിലർ അവിടെ തന്നെ തൊട്ടൊന്ന് തൊഴും, എന്നിട്ടാണ് ഇങ്ങോട്ട് ചവിട്ടി കയറുക.
ഇനി കയറി നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഈ പറഞ്ഞ മുഴുവനായിട്ടില്ലാത്തത് കൊണ്ടാണ് ഇത് മഹാക്ഷേത്രം അല്ല എന്ന് പറഞ്ഞത്. നേരെ ഇപ്പൊ തിരുവേപ്രയാണെങ്കിലും ഗോപുരം കടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ചുറ്റുപാത അത് നിങ്ങൾക്ക് ഉണ്ട്. നമുക്ക് പ്രദക്ഷിണ വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ പ്രദക്ഷിണ വഴി എന്ന് പറയുന്നത് ഭഗവാന്റെ അരയ്ക്ക് താഴെയുള്ള കാലുകളാണ്. അതായത് കാലിന്റെ മുട്ട് ഈ അരവിടെ വരെ ഉള്ള ഭാഗം ഇങ്ങനെ മലന്ന് കിടക്കുകയാണെങ്കിൽ ഇത് നിവർന്ന് കിടക്കുന്നു. അതാണ് പതേ പതേ പ്രദക്ഷിണം പതുക്കെ വെക്കണം എന്ന് പറയുന്നത്. ഭഗവാന്റെ കാലുകളിൽ ചവിട്ടി. ഇനി പ്രദക്ഷിണത്തിന്റെ തത്വം എന്താ? പ്രദക്ഷിണം. ദക്ഷിണം എന്ന് പറഞ്ഞാല് തെക്ക്, ഉത്തരം എന്ന് പറഞ്ഞാൽ വടക്ക്. ഈ നമ്മൾ പ്രദക്ഷിണം വെക്കുമ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് തൊഴുത ആദ്യം ഇടത്തോട്ടല്ലേ വന്നത്? ദക്ഷിണ ഭാഗം, ഇടത്ത് ഭാഗത്തേക്ക്. അതേസമയം നമ്മൾ ഏത് മൂർത്തിയെയാണോ ആരാധിക്കുന്നത് ആ ദേവത നമ്മുടെ വലത് കൈയിന്റെ വശത്തായിരിക്കണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? മഹാദേവന് 3/4 ഭാഗം പ്രദക്ഷിണം വെക്കുന്നു. ഏതിലൂടെ നിങ്ങൾ പോകേണ്ടത്? ഇത് മഹാക്ഷേത്രം അല്ലാത്തത് കൊണ്ട് അളവിൽ വളരെ ചെറുതാണ് നമ്മുടെ ക്ഷേത്രം. മഹാക്ഷേത്രങ്ങൾക്ക് കയറി ചെന്ന് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ കാൽപാദങ്ങളാണ് ഈ ചുറ്റും ഉള്ള പ്രദക്ഷിണ വഴി. കാലിന്റെ മുകളിലായിട്ട് എന്താ വരുന്നേ? നമ്മുടെ അരക്കെട്ടാണ് നിങ്ങളിപ്പോൾ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്. മഹാക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ബലിക്കല്ല്, ബലിപീഠം നമുക്ക് കാണാം. അത് ഭഗവാന്റെ അരക്കെട്ട. ഇത് അളവ് എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഏതൊരു ക്ഷേത്രം എടുത്താലും മഹാദേവന്റെ പ്രതിഷ്ഠ ഇരിക്കുന്ന അതേ ഉയരത്തിൽ, ഇപ്പൊ ഗുരുവായൂരൊക്കെ പോയാലും ആ കൃഷ്ണന്റെ വിഗ്രഹം ഇരിക്കുന്ന അതേ ഉയരത്തിലായിരിക്കും ഇത്രേ ബലിപീഠ. അതുകൊണ്ടാണ് അത് ഭഗവാന്റെ അരക്കെട്ട്. ഭഗവാൻ ഇരിക്കുന്നതാ അവിടെ. അതിൽ മറ്റൊരു കഥ പറഞ്ഞു തരാം. കർക്കടക മാസമല്ലേ, ഏറ്റവും വലിയ നാലമ്പലങ്ങളിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് തൃപ്രയാറിലെ രാമസ്വാമി ക്ഷേത്രം. ഈ രാമസ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്താൻ തുടങ്ങുമ്പോൾ ഒരു സംശയം ഉണ്ടായി. ഇത്രേ വിഗ്രഹം ഇപ്പൊ എവിടെയാ പ്രതിഷ്ഠിക്കണ്ടേ? അപ്പോ ഒരു അശരീരി കേട്ടു എന്നാ പറയണേ. ഒരു മയില് പറന്ന് ഇവിടെ വന്നിരിക്കും. ആ സമയത്ത് നിങ്ങൾ ആ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കണം. പക്ഷേ കുറെ കാലം അവർ കാത്തിരുന്നിട്ടും മയില് വന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഏതായാലും അശരീരിയല്ലേ, പിന്നെ ഒന്നും അറിഞ്ഞില്ല. അവരിപ്പൊ ഇരിക്കുന്ന ഭാഗത്ത് ഭഗവാനെ ശ്രീരാമചന്ദ്രനെ അങ്ങോട്ട് പ്രതിഷ്ഠിച്ചു. ഇതേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മയിലിങ്ങനെ പറന്നു വന്ന് ആ മുന്നിലുള്ള ബലിക്കല്ലിൽ അങ്ങോട്ട് ഇരിക്കുക. അപ്പൊ മനസ്സിലായി ഭഗവാൻ ഇരിക്കേണ്ടത് ഈ ബലിക്കല്ലിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും നാലമ്പലം പോയോ? അപ്പൊ ശ്രദ്ധിക്കണം നിങ്ങൾ. ഏറ്റവും വലിയ ബലിക്കല്ല് എത്ര ഉയരാന്നോ അത് അത്രയും ഉയരത്തിലാ ശ്രീരാമചന്ദ്രൻ ഇരിക്കുന്നത്. ആ ബലിക്കല്ലിന് എങ്ങനെയെല്ലാം ആ വിഗ്രഹത്തെ പൂജിച്ച് ആരാധിക്കുന്നോ അങ്ങനെ അവരാരാധിച്ചുകൊണ്ടിരിക്കുക. അതെല്ലാം അറിഞ്ഞ് നമ്മൾ അവിടെ പോയി ആരാധിക്കണം. ബലിക്കല്ലിന്റെ തത്വം മനസ്സിലായില്ലേ? ഭഗവാൻ അവിടെ ഇരിക്കുക. ഭഗവാന്റെ അരക്കെട്ടാണ് ബലിക്കല്ല്, ബലിപീഠം. അതിന് മുന്നിലായിട്ട് നമ്മള് ഒരു വലിയ കൊടിമരം കാണും. മഹാക്ഷേത്രത്തില് ഉത്സവമൊക്കെ കൊടിയേറുക അതിലാ. ഈ ഉത്സവം കൊടിയേറാൻ കൊടിയേറ്റുന്ന ആ ഭാഗത്തിന് പറയുന്ന പേരാണ് ധ്വജസ്തംഭം. ധ്വജം എന്ന് പറയും. ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ധ്വജം വയ്ക്കും. ഈ ധ്വജത്തിന് കൊടിക്കൂറ കയറ്റുന്ന കണ്ടിട്ടില്ലേ? അതിന് പറയുന്നത് ഭഗവാന്റെ നട്ടെല്ല്. ഭഗവാൻ നിവർന്ന് കിടക്കുന്നു എന്ന് പറയുമ്പോൾ പരക്കെട്ട് ഇതാണെങ്കിൽ നിവർന്ന് നിന്ന് കഴിഞ്ഞാൽ ഭഗവാന്റെ നട്ടെല്ല്. നട്ടെല്ലിന്റെ പ്രത്യേകത എന്താ? 6 കശേരുക്കളുണ്ട് എന്ന് പറയും. ഈ യോഗ സൂത്രം പറയുമ്പോൾ യോഗ ശാസ്ത്രപ്രകാരം നമ്മുടെ കുണ്ടലിനി ശക്തി താഴെ 6 ആധാര ചക്രങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മുകളിലേക്ക് ഉയർന്നു വരും. കുണ്ടലിനി ശക്തി എന്നൊക്കെ പറയും. അങ്ങനെ ഇരിക്കുന്ന നട്ടെല്ലാണ് കൊടിമരം എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ അതും കടന്ന് ഇങ്ങോട്ട് മുന്നോട്ട് കയറുമ്പോൾ വീണ്ടും എന്ത് കാണും? ഒരു നാലമ്പലം ആയിട്ട് ചേർത്ത് വെച്ചിരിക്കും. ഈ നാലമ്പലത്തിനുള്ളിൽ നമ്മളൊന്നും അങ്ങനെ എപ്പോഴും ഇത്ര ശുദ്ധിയൊന്നും ഇല്ലെങ്കിൽ പ്രവേശിക്കില്ല. അത്രയും ശുദ്ധമാണ് ആ ഗർഭഗൃഹം. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്നത് ഭഗവാന്റെ കഴുത്ത്, എന്നിട്ട് പിന്നെ കാണുന്നത് ഭഗവാന്റെ ശിരസ്. ഇങ്ങനെ ഗർഭഗൃഹത്തിൽ ഭഗവാൻ ഇരിക്കുക. മുകളിൽ ആ വൈമാനം ഒക്കെ വെച്ചിട്ട് കാണാറില്ലേ? ഭഗവാന്റെ കുടുംബയാന്നാ പറയുന്നത്. ഇങ്ങനെ ഇത് ഭഗവാന്റെ അല്ലെങ്കിൽ ദേവശരീരം തന്നെയാണ് ക്ഷേത്രം. പല ക്ഷേത്രങ്ങൾക്കും പല അളവുകളുണ്ട്. അതിനനുസരിച്ച് അവിടുത്തെ ആരാധന വ്യത്യസ്തമായിരിക്കും എന്ന് മനസ്സിലാക്കണം. ആരെന്ത് പറയുമ്പോഴും ഇത് എവിടെ എങ്ങനെയാന്നുള്ളതൊന്ന് നിങ്ങളും സ്വയം ഒന്ന് ചിന്തിക്കുക. ഏത് ഗ്രന്ഥത്തിലാ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ? ഞാൻ പറഞ്ഞു സോമസൂത്രം ലങ്കയേത്. എങ്കിൽ മാത്രമേ നമ്മൾ മറ്റുള്ളവരോട് അത് പറയാവൂ. ഗ്രന്ഥങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈശ്വരന്മാരാ. ഇനി അവിടെ ചെന്ന് അങ്ങനെ നിന്ന് പ്രദക്ഷിണം വെക്കുമ്പോൾ എന്തേ മുറിച്ച് കിടക്കണ്ട?
പ്രദക്ഷിണം. നമ്മൾ ഒരു ക്ഷേത്രത്തിൽ വന്ന് പ്രദക്ഷിണം വെക്കുമ്പോൾ, തൊഴുതിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ രണ്ട് കൈകളും ചേർത്ത്, വിരലുകൾ ചേർത്ത് വെക്കുമ്പോൾ, കാലിൻ്റെയും കയ്യിൻ്റെയും വിരലുകൾ ചേർത്ത് വെക്കുമ്പോൾ തലയിൽ നമ്മളെ ബ്രെയിനിൽ ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാകും എന്നാ പറയാ. എപ്പോഴും നമ്മളത് ചെയ്യാറില്ല. ഇങ്ങനെ ചിന്മുദ്ര പിടിച്ചിരിക്കുമ്പോൾ വേറെ ഒരു ശക്തി ഉണ്ട് എന്നാ പറയാ. ഇനി അവിടെ ചെന്ന് തൊഴുത് ഇങ്ങനെ പ്രദക്ഷിണം വെക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കുണ്ടലിനി ശക്തി ഉയർന്ന്, അതായത് നട്ടെല്ലിന്റെ താഴെ നിന്നും ആ കുണ്ടലിനി ശക്തി ഓങ്കാര രൂപിയായി നമ്മുടെ ജീവൻ ഉയർന്ന് ഉയർന്ന് വന്ന് ഒരു പ്രദക്ഷിണം, സാധാരണ ക്ഷേത്രമാണെങ്കിൽ ആ ഒരു പ്രദക്ഷിണം അങ്ങോട്ട് പൂർത്തിയാകുമ്പോഴേക്കും ഈ സഹസ്രാര പത്മത്തിലേക്ക് ഉയരും. പിന്നെ അവിടെ വന്ന അത് വീണ്ടും താഴേക്ക് വന്ന് രണ്ടാമത്തെ പ്രദക്ഷിണം വെക്കും. മഹാദേവൻ ആദിദേവനാണ്. താന്ത്രിക വിധി പ്രകാരം മഹാദേവന്റെ സ്ഥാനം ഏറ്റവും മുകളിലാണ്. ഒരു മഹാദേവന്റെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ യജ്ഞശാലയ്ക്ക് തുല്യമാണ് എന്നാ പറയാ. യജ്ഞശാലയിൽ പല കാര്യങ്ങളുണ്ട്, അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിക്കേണ്ട. ഇത് മറികടക്കാത്തത് എന്താന്ന് പറയാ. ഈ മഹാദേവന്റെ ക്ഷേത്രത്തിൽ ഇങ്ങനെ വന്ന് മുക്കാലെത്തുമ്പോഴേക്കും നമ്മുടെ ഈ പ്രോസസ്സ്, അതായത് നമ്മുടെ ഓങ്കാരമായി ജീവൻ ഉയർന്നു വരുന്നത് പൂർണ്ണമാകും. മുകളിലെത്തിക്കഴിഞ്ഞ് വീണ്ടും അങ്ങോട്ട് പ്രദക്ഷിണം ചെയ്താൽ നമ്മുടെ മൂർധാവ് പൊട്ടും എന്നാ, സഹസ്രാര പത്മം പൊട്ടും എന്നാ പറയുന്നത്. അങ്ങനെ ഒരു കഥ തന്നെയുണ്ട്. ഒരു തിരുമേനി പൂജിച്ചിട്ട് മഹാദേവനെ അങ്ങനെ 4 പുറം നടന്ന അഭിഷേകം ചെയ്തു. അദ്ദേഹത്തിന് തലവേദന തുടങ്ങി, അങ്ങനെ ഛർദ്ദിക്കാൻ തുടങ്ങി, അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. എല്ലാ ആപത്തുകളും വരുന്ന പറയുന്നത്. അതാണ് അറിഞ്ഞ് ആരാധിക്കണം എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം? തിരിച്ച് പ്രദക്ഷിണം വരുമ്പോൾ നിങ്ങൾ പിന്നിൽ വലിയൊരു വിളക്ക് കണ്ടില്ലേ? പിൻവിളക്ക് എന്ന് പറയും. എന്തിനാ പിൻവിളക്ക് വെക്കണേ? വഴിപാടുകൾക്കൊക്കെ ഒരുപാട് തത്വങ്ങളുണ്ട്. മഹാദേവൻ മാത്രമാണ് നമ്മൾ മുന്നിൽ നോക്കുമ്പോൾ കാണുക. പക്ഷെ പിറകില് മഹാദേവൻ കുടുംബസമേതനായിട്ടായിരിക്കുക. അതുകൊണ്ട് അവിടെ ചെന്ന് അവിടെ ശ്രീപാർവതി ദേവി തൊടയിൽ ഉണ്ണി ഗണപതിയെ വെച്ച് മുരുകൻ വേലും പിടിച്ച് തൊടയിൽ ചാരി നിൽക്കുമ്പോൾ മഹാദേവന് ഇപ്പുറത്ത് ഇരിക്കുന്നുണ്ടാവും. ശിവകുടുംബ സങ്കല്പം. ആ മഹാദേവന് മുന്നിലെത്തുമ്പോൾ ഓം ഹ്രീം നമഃശിവായ എന്ന് നമ്മൾ ജപിക്കുക. അപ്പോ മഹാദേവനും ശ്രീപാർവതിയും കുട്ടികളും കൂടി നമ്മളെ അനുഗ്രഹിക്കും. കുട്ടികളുടെ പ്രത്യേകത എന്താ? മഹാദേവന് ശ്രീപാർവതിയിൽ പ്രസവിക്കാതെ ഉണ്ടായ 2 കുട്ടികളാ, ഗണപതിയും മുരുകനും. അതൊക്കെ വലിയ വലിയ കഥകളാ. കാരണം ഉണ്ണി ഗണപതിനെ വെറുതെ കളിമണ്ണ് കൊണ്ട് ഇങ്ങനെ ഓരോ രൂപം ഉണ്ടാക്കി കളിക്കൂലോ, അങ്ങനെ പാർവതി ദേവി കളിച്ചപ്പോ നല്ല ചന്തമുള്ളൊരു കുട്ടീനെ ഉണ്ടാക്കിയിത്രേ. അപ്പൊ സന്തോഷമായി. ആ ശക്തി, യോഗശക്തി കൊണ്ട് ശ്രീപാർവതി ദേവി അതിന് ജീവൻ കൊടുത്തു. അങ്ങനെ ഉണ്ണി ഗണപതി ആദ്യം ഉണ്ടായപ്പോ സാധാരണ തലയായിരുന്നു. പിന്നെ എന്താ ഉണ്ടായേ? പറഞ്ഞു മഹാദേവൻ പുറത്തു പോയതായിരുന്നു. ഉണ്ണി ഇവിടെ നിന്നോളൂ കേട്ടോ. ഒരു ദണ്ടും കയ്യിൽ കൊടുത്തു. ആരെങ്കിലും വന്നാൽ ഈ ദണ്ട് വെച്ച് തടയണം, അകത്തേക്ക് വിടരുത്, അമ്മ കുളിച്ചിട്ട് വരാം. കുളിക്കാൻ പോയി ശ്രീപാർവതി ദേവി. ആ സമയത്ത് ആര് കയറി വന്നു? ഉണ്ണി ഗണപതിയുടെ മുന്നിൽ മഹാദേവൻ കയറി വരിക. ഗണപതി കുട്ടി കണ്ടിട്ടില്ലല്ലോ അച്ഛനെ, അങ്ങനെ ഉണ്ടായതല്ലേ. അപ്പൊ പറഞ്ഞു അകത്തേക്ക് പോവേണ്ട, അമ്മ കയറണ്ടെന്ന് പറഞ്ഞിരിക്കണൂന്ന്. അപ്പോ മഹാദേവന് ദേഷ്യം വന്നു. എന്റെ കൈലാസത്തിലേക്ക് കയറണ്ടെന്നാണോ പറയുന്നത്? അതും എനിക്ക് പരിചയമില്ലാത്തൊരു കുട്ടി അല്ലെ. ക്ഷിപ്രപ്രസാദിയാണ്, ക്ഷിപ്രകോപിയുമാണ് മഹാദേവൻ. അപ്പൊ ദേഷ്യം വന്നു. എന്താ പിന്നെ ദേഷ്യം വന്നാ ചെയ്യാ? ഒറ്റ വീശ ശൂലം കൊണ്ട് ആ കിടക്കണു തല. ദേഷ്യം വന്ന് ചോരയൊക്കെ അപ്പണ്ട് കുളി കഴിഞ്ഞിട്ട് മോനെ ഉണ്ണി എന്നും പറഞ്ഞ് ശ്രീപാർവതി ദേവി അപ്പൊ അടക്കണു ചോര പരണ്ട ശൂലമായിട്ട് മഹാദേവനും തലയില്ലാത്ത ഉടലുമായിട്ട് ഉണ്ണി ഗണപതി. അപ്പോഴേക്ക് ദേഷ്യം വന്നു, ചീത്ത പറഞ്ഞു. അപ്പോൾ മഹാദേവന് മനസ്സിലായി ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന്. സർവന്തര്യാമിയ മഹാദേവൻ മനസ്സിലാവാഞ്ഞിട്ടാണോ? നമുക്ക് ഓരോ തത്വങ്ങൾ കാണിച്ചു തരാനാ. അപ്പൊ പറഞ്ഞു കരഞ്ഞു വിളിക്കൊന്നും വേണ്ട, ഉണ്ണീനെ ജീവിപ്പിച്ചാ പോരെ, മതി. ഇപ്പൊ പറഞ്ഞയച്ചു ഭൂതഗണങ്ങളെ. ആ കാനനത്തിൽ ഒരു കുട്ടി ആന കിടക്കുന്നുണ്ട്, അതിന്റെ തല എടുത്തുകൊണ്ട് പോവാ, അതിന് വെച്ചു കൊടുക്കാന്ന്. പ്ലാസ്റ്റിക് സർജറി ഒക്കെ അന്നേ തുടങ്ങിയിരിക്കുന്നതാ, നമ്മളിപ്പോ കണ്ടുപിടിച്ചേ ഉള്ളൂ. അങ്ങനെ ഈ കുഞ്ഞ് ഒരു ആനത്തല കൊണ്ടുവന്ന് കുട്ടിക്ക് വെച്ചു കൊടുത്തു. അങ്ങനെയാണ് ഉണ്ണി ഗണപതി. മാത്രല്ല 2 വരവും കൊടുക്കുക. നീ എല്ലാവരും ഏത് യജ്ഞവും പൂജയും നടത്തുമ്പോൾ പ്രഥമനായിരിക്കും. അതാണ് ഉണ്ണി ഗണപതി. ഗണപതി പൂജ നടത്താൻ നമ്മളൊന്നും ചെയ്യില്ലല്ലോ, ഗണപതി ഹോമം നിങ്ങൾ നടത്താറില്ലേ? മറ്റൊന്ന്, എല്ലാ ഗണങ്ങളുടെയും അധിപതിയായിരിക്കും നീ. അതാണ് ഉണ്ണി ഗണപതിയുടെ പ്രത്യേകത. എല്ലാ ഗണങ്ങൾക്കും അധിപതി, അതാണ് ഗണപതി. അപ്പൊ നിങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ബലിക്കല്ല് കൂടാതെ അവിടെ വേറൊരു സാധനം കണ്ടില്ലേ? ഇങ്ങനെ 7 കുറ്റികൾ വെച്ചിട്ട് അപ്പുറത്ത് 2 കുറ്റി വെച്ചിരിക്കണേ. കുട്ടികളോട് അങ്ങനെ പറഞ്ഞാലാ മനസ്സിലാവുക. അതെന്താ? ദേവി ഭാഗവതം നവാഹം കേൾക്കുമ്പോൾ അത് ആചാര്യനെ അങ്ങനെ വർണ്ണിക്കും. ഈ സപ്തമാതൃക്കളാണത്.
മാഹേശ്വരി എന്നൊക്കെ പറഞ്ഞിട്ട് പേരുകളൊന്നും അറിയണമെന്നില്ല, വൈഷ്ണവി എന്നൊക്കെയാണ് അതിൻ്റെ പേര്. ഈ 7 സപ്തമാതൃക്കൾ, അത് യുദ്ധത്തിന് പോകുമ്പോൾ ഉള്ള കഥയാണ്, ആ കഥ പറയുന്നില്ല. ഈ സപ്തമാതൃക്കളെ സംരക്ഷിച്ചുകൊണ്ട് വീരഭദ്രനും ഗണപതിയും ഇരിക്കുന്നു എന്നാണ് ആ 9 കുറ്റികളുടെ സങ്കല്പം. മനസ്സിലായോ? ഇങ്ങനെ അവിടെ എന്താ വെച്ചിരിക്കണേ മനസ്സിലാക്കുക. അപ്പം അതൊന്നും നമ്മൾ തൊടാൻ പാടില്ല എന്നാ പറയുക. തീർത്ഥം പോലും ആ ഓവിലൂടെ വരുമ്പോൾ നമ്മൾ ശേഖരിക്കരുത് എന്നാ പറയുക. ഇനി ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് നിങ്ങൾ പോകുമ്പോൾ ഉള്ളിലൂടെ പ്രദക്ഷിണം വെക്കണമെങ്കിൽ മഹാദേവന്റെ ക്ഷേത്രം മഹാക്ഷേത്രമാണെങ്കിൽ അളവിൽ ഇതിലും വലിപ്പം ഉണ്ടായിരിക്കും. മാത്രമല്ല തിരുവേപ്രയൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഈ ഭാഗ്യം ഉണ്ടാവുകയാണെങ്കിൽ വൈക്കത്ത് പോകുമ്പോൾ അവിടെ ആൾക്കാർ അങ്ങനെ പ്രദക്ഷിണം വെക്കുക. ഈ തേവരുടെ ശ്രീലകത്തിനോട് ചേർന്ന് ഒരു 3 ആൾക്ക് നടക്കാനുള്ള വീതിയിൽ വേറൊരു ചെറിയ തിണ്ട് കൂടി അവരിട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലാ ബലിക്കല്ലിനുള്ളിലൂടെ പ്രദക്ഷിണം. അപ്പൊ ഇവിടെ എങ്ങനെ ചെയ്യാൻ പറ്റൂ? ബലിക്കല്ല് എന്താ, അഷ്ടദിക്പാലകന്മാരാണ്, അതിൻ്റെ അധീന ദേവതകളുണ്ട്, അതിൽ തൊടാൻ പാടില്ല, അതിനെ മറികടക്കാൻ പാടില്ല. നിങ്ങൾക്ക് അതിൽ നടന്നു വരെയുള്ള സ്ഥലം ഉണ്ടോ? ഇല്ല. അപ്പൊ എങ്ങനെ ചെയ്യാവൂ? ബലിക്കല്ലിന് പുറമേ കൂടെ പ്രദക്ഷിണം ചെയ്ത് എങ്ങനെയാ തൊഴ? നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഇങ്ങനെ തൊഴുതു നിൽക്കുന്ന രൂപത്തിൽ ആ ക്ഷേത്രം. അപ്പൊ നമ്മള് പുറമേ പിറകിൽ ചെന്ന് നിന്ന് ഓം ഹ്രീം നമഃശിവായ എന്ന് പറഞ്ഞ് ഇങ്ങനെ തൊഴുത് എവിടെ നോക്കണം? ശിരസ് ഇങ്ങനെ ഉയർത്തി നോക്കണം. അത്ര അതൊരു എക്സസൈസാ, തൈറോയ്ഡ് ഒന്നും ഉണ്ടാവാതിരിക്കാനത്രേ ഇത്ര വലിയ ഗോപുരങ്ങൾ നമ്മുടെ ക്ഷേത്രങ്ങൾക്ക്. നമുക്ക് തോന്നുന്നു ഇതൊക്കെ എത്ര പണിയെടുത്തിട്ട് എന്തിനാ അത്ര ഉയരത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കണേ? മനുഷ്യന്റെ ശരീരത്തിന് സുഖം കിട്ടാൻ എക്സസൈസാ, നമുക്ക് നല്ല ഒരു വ്യായാമം, കഴുത്തിന് വ്യായാമം കിട്ടാനാ ഇത്ര ഉയരത്തിൽ ആ താഴികക്കുടം വെച്ചിരിക്കുന്നത്. അത് നോക്കാറുണ്ടോ? അവിടെ ഇങ്ങോട്ട് ചെന്നിട്ട് ഈ പ്രാർത്ഥന മൂലമന്ത്രം ജപിക്കണം. പ്രദക്ഷിണം വെക്കുമ്പോൾ ഓം നമഃശിവായ, ഇവിടെ മഹാദേവനാണല്ലോ, അവിടെ ചെന്നിട്ട് ആ താഴികക്കുടത്തിലേക്ക് നോക്കി കൈകൾ കൂപ്പി ഓം ഹ്രീം നമഃശിവായ എന്ന് പറഞ്ഞ് നിങ്ങൾ തൊഴണം. അങ്ങനെ അപ്പുറം ചെന്നാലും നിങ്ങൾക്ക് ഇത് കാണാം. താഴികക്കുടത്തിലേക്ക് നോക്കി മഹാദേവന്റെ തിരിജടയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് അതിൽ തൊഴണം. എന്നിട്ട് പ്രദക്ഷിണം തിരിച്ചു വന്ന് വീണ്ടും പൂർത്തിയാക്കണം. ആദ്യം 3/4 പ്രദക്ഷിണം, പിന്നെ 1/4 പ്രദക്ഷിണം. അതായത് സവ്യാപസവ്യം എന്നാ പറയാ. എന്താ സവ്യം എന്ന് പറഞ്ഞാ ശരിക്ക് പ്രദക്ഷിണം വെക്കുന്നത്, അപസവ്യം എന്ന് പറഞ്ഞാ അപ്രദക്ഷിണം. ഇവിടെ നമ്മൾ അപ്രദക്ഷിണ ചെയ്യുന്നത് കാരണം മഹാദേവന് അത്രയും ശക്തിയാ, പൂർണ്ണ പ്രദക്ഷിണം വെക്കാൻ നമുക്ക് പറ്റില്ല. അതിലും അപ്പുറാണ് ശക്തി. പാമ്പുംകാവിന് പ്രദക്ഷിണം വെക്കാൻ പാടില്ല. മമ്മിയൂര് ചെന്നാ കണ്ടിട്ട് അവിടെ ബ്ലോക്ക് ചെയ്തു. ആദ്യമൊക്കെ പ്രദക്ഷിണം വെച്ചിരുന്നു, അറിവില്ലായ്മ. ശരിക്ക് ഏറ്റവും ശക്തി ആയതുകൊണ്ട് ഒരു പ്രദക്ഷിണവും വേണ്ട പാമ്പുംകാവിന്. ഒറ്റ ആർക്കാ? ഗണപതിക്ക് ഒറ്റ പ്രദക്ഷിണേ വേണ്ടു, പൂർണ്ണമായി എന്നാ പറയാ. ഇനി 2 പ്രദക്ഷിണം സൂര്യക്ഷേത്രങ്ങൾക്ക്. കൊണാർക്കിൽ സൂര്യക്ഷേത്രങ്ങളുണ്ട്. 3 മഹാദേവനും 3 പ്രദക്ഷിണം, 4 ശ്രീ ഭഗവതിക്കും മഹാവിഷ്ണുവിനും, 5 അയ്യപ്പന്, 6 അറുമുഖന്, 7 അരയാൽ വൃക്ഷത്തിന്. ഇതാ കണക്ക്. എന്തിനെ? അരയാൽ വൃക്ഷത്തിന് 7 പ്രദക്ഷിണം. ഈ അരയാൽ വൃക്ഷവും തുളസിയും പുറത്തു വിടുന്ന ആ ഓക്സിജൻ പ്യുവർ ഓക്സിജനാ. ഡൽഹിയിൽ നോക്കൂ, ഓക്സിജൻ പാർലറാ, പൈസ കൊടുത്തിട്ട് നല്ല വായു ശ്വസിക്കുക. നമുക്കോ ഇത്രയും കാവുകളും ക്ഷേത്രങ്ങളും ആൽവൃക്ഷങ്ങളും ഉള്ളത് നമ്മുടെ കേരളത്തിൽ മാത്രമാണ്. നമുക്കതിൻ്റെ ഒരു ആവശ്യം ഇല്ല. ഈ ആല് പുറത്തു വിടുന്ന ഓക്സിജൻ നമ്മൾ ശ്വസിക്കാൻ വേണ്ടി അതൊരു സയൻസ് കൂടിയാണ്. പ്രദക്ഷിണം കൂടുതൽ വെക്കുമ്പോൾ നമ്മൾ അത്രയും നടക്കും. അപ്പം നമ്മുടെ ശരീരം അല്ലെ വയ്യാതെ എന്താ ഡോക്ടർ പറയാ, ഒരു 20 മിനിറ്റ് അങ്ങോട്ട് നടന്നോളൂ, അപ്പൊ ആ നടത്തുവായി. ഇതൊക്കെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ഈ ശരീരത്തെ പരിപോഷിക്കാനാ. എന്താ കാരണം എന്നറിയോ? ഏകാദശി എന്തിനാ എടുക്കണേ? ശരീരത്തിനെ പ്യൂരിഫൈ ചെയ്യാനാ. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഒരു ദിവസം ഒരു റെസ്റ്റ്. നമ്മൾ കനത്തിലുള്ള ആഹാരമൊന്നും കഴിക്കില്ല, കൂടുതൽ എരിവും പുളിയൊന്നും കഴിക്കില്ല. ഏകാദശം, ദശം എന്ന് പറഞ്ഞാൽ 10. ഈ 10 ഇന്ദ്രിയങ്ങളെ, 5 കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും എല്ലാം ഒതുക്കി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഈശ്വര സ്മരണയോടുകൂടി സഹസ്രനാമം ജപിച്ച് നമ്മൾ ഏകാദശി നോൽക്കുന്നു. എല്ലാം നമ്മുടെ ശരീരത്തിനെ സുഖമാക്കി വെക്കാനാ. എന്താ കാരണം? എന്തിനാ ഈ ശരീരം? ഈ ശരീരം ഉണ്ടെങ്കിലേ ഇങ്ങനെ ഇരുന്ന് ഈശ്വര കഥകൾ കേൾക്കാനും പറയാനും കഴിയൂ. അതുകൊണ്ടാണ് ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിന്റെ അളവ് പ്രകാരം നമ്മൾ ബലിക്കല്ലിന് പുറത്തുകൂടി തന്നെ പ്രദക്ഷിണം ചെയ്യണം. അതാണ് ശരി. നമ്മൾ
നമ്മുടെ തിരുമേനിയോട് ചോദിച്ചു നോക്കൂ, അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അവർ മഹാത്മാക്കളാ, ആരെന്ത് വന്ന് പറഞ്ഞാലും മൗനിയായി ഇരുന്ന് അതൊക്കെ കേൾക്കും. നിങ്ങളെ പോലുള്ള ജിജ്ഞാസുക്കൾ. എന്താ ഭക്തന്റെ ലക്ഷണം? ഭക്തലക്ഷണതു ജിജ്ഞാസ ഏവ. ഭക്തന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ജിജ്ഞാസ. ടീച്ചറെ അതെന്താ ഇതെന്താ? അപ്പൊ തന്നെ ക്ഷേത്രം പറഞ്ഞപ്പോൾ പൂർണ്ണമായൊന്നും പറഞ്ഞിട്ടില്ല, ഏകദേശം പറഞ്ഞു. കാരണം രാമായണ മാസമായിട്ട് വിളിച്ചിട്ട് രാമായണം ഒട്ടും പറയാൻ ശരിയല്ലല്ലോ. അപ്പൊ ഈ കാര്യം മനസ്സിലായില്ലേ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? ആരെന്ത് പറഞ്ഞാലും അതൊക്കെ നമ്മൾ കേൾക്കുക, എന്നിട്ട് ഗ്രന്ഥങ്ങളിലൂടെ പോയി മനസ്സിലാക്കണം. അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അതിങ്ങനെ നോക്കുക. ഇപ്പം സവ്യാപസവ്യം എന്താണെന്ന് മനസ്സിലായോ? മഹാദേവന്റെ ക്ഷേത്രത്തിൽ മാത്രമേ അങ്ങനെയുള്ള പ്രദക്ഷിണുള്ളൂ. സവ്യം എന്ന് പറഞ്ഞാൽ പ്രദക്ഷിണം, സവ്യാപസവ്യം എന്ന് പറഞ്ഞാൽ അപ്രദക്ഷിണം, അപസവ്യം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ മാത്രമേ നമുക്ക് പ്രദക്ഷിണവും അപ്രദക്ഷിണം, തിരിച്ച് പ്രദക്ഷിണം ചെയ്യുന്നില്ലേ. അതായത് മറ്റൊരു തത്വം എന്ന് പറഞ്ഞാൽ പ്രദക്ഷിണം. ഇപ്പോൾ നമ്മുടെ ഭൂമി സൂര്യനെ വലം വെക്കുന്നില്ലേ? സൂര്യനാണ് എന്ത്? ഭഗവാന്റെ കണ്ണ്. ആദിത്യചന്ദ്രന്മാർ ഭഗവാന്റെ കണ്ണുകളാ ഈ വിശ്വം ഇങ്ങനെ നമ്മൾ ദേവനായി സങ്കല്പിക്കുമ്പോൾ. അപ്പോൾ എല്ലാത്തിനും ഒരു കേന്ദ്രമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് ഈ കേന്ദ്രമായി മഹാദേവനായി നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. ആ കേന്ദ്രത്തെ നമ്മൾ ആറ്റം ന്യൂക്ലിയസ് ഒക്കെ പഠിച്ചിട്ടില്ലേ, ഇങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുറേ കാലം നമ്മൾ അവിടെ വന്ന് വലം വെക്കുമ്പോൾ ഇതിനിങ്ങോട്ടൊരു അട്രാക്ഷൻ ഉണ്ടല്ലോ, ആ ആകർഷണം കൂടിക്കൂടി വരും. ഇപ്പൊ കഴിഞ്ഞ വർഷത്തേക്കാൾ ആകർഷണം രാമായണത്തോട് നിങ്ങൾക്ക് ഉണ്ടായില്ലേ? ഇവിടെ അങ്ങനെ വന്നിരുന്ന്. പക്ഷെ നിങ്ങൾ അവിടെ വെച്ചിരിക്കുന്ന പട്ടാഭിഷേകത്തിന്റെ ചിത്രം മാറ്റണം, അത് ശരിയല്ല. പട്ടാഭിഷേക സമയത്ത് ആരെല്ലാം ഉണ്ടായിരുന്നു എന്നാ പറയണേ? ഒരുപാട് അമ്പലങ്ങളിൽ ഇത് അറിയാതെ ചെയ്തുകൊണ്ടിരിക്കണതാ. അത് വെച്ചു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ശ്രീരാമചന്ദ്രനും 2-3 ആൾക്കാരല്ലേ കാണുള്ളൂ നിങ്ങള്. സീതാദേവി ശ്രീരാമചന്ദ്രനോട് കൂടി അനുജന്മാരായ 3 പേരും, ത്രിമൂർത്തികളും, നാരദ മഹർഷിയും, പിന്നെ വസിഷ്ഠൻ അവരുടെ കുലാചാര്യനും. വസിഷ്ഠൻ കുലഗുരുവാന്ന് പഠിച്ചില്ലേ? ഇങ്ങനെ 11 പേരടങ്ങുന്നതാണ് പട്ടാഭിഷേകത്തിന്റെ ചിത്രം. നിങ്ങൾ പോയി നോക്കൂ, ഏത് നാലമ്പല ദർശനത്തിന് പോകുമ്പോഴും അത് കാണാം. പലരും ഇങ്ങനെ ഈ ഫോട്ടോ അറിയാഞ്ഞിട്ടാ. നിങ്ങൾ അഭിഷേകമാണ് വെച്ചിരിക്കുന്നത് അല്ലേ? പട്ടാഭിഷേകം ഉദ്ദേശിച്ചിട്ടല്ലേ അതവിടെ വെച്ച് മാലയൊക്കെ ചാർത്തിയിട്ട് ഇത് ചെയ്യണേ. അത് നമ്മൾ അറിവില്ലായ്മ കൊണ്ട് ഒരിക്കലും നമുക്ക് ലഭിക്കേണ്ടുന്ന പുണ്യങ്ങൾ നഷ്ടപ്പെട്ടു പോവരുത്. അതിനുവേണ്ടി മാത്രം പറയുന്നതാ. അത് ഇത്രയേ ഉള്ളൂ. അറിയുന്ന ഒരു വ്യക്തി അറിയാത്തവർക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ള ലെവലിൽ നമ്മളത് ചിന്തിച്ചാൽ നമുക്കത് മാറ്റണം എന്ന് തോന്നും. അതവിടെ ഇരുന്നോട്ടെ, ആ ചുമരിൽ അങ്ങോട്ട് അടിച്ചു തൂക്കാം. താഴെ നമുക്ക് എന്ത് ചെയ്യണം? 200 രൂപ കൊടുത്താൽ നമുക്ക് പട്ടാഭിഷേകത്തിന്റെ ചെറിയ ഒരു പടം കിട്ടും. അത് കൊണ്ടുവന്ന് വെച്ച് അടുത്ത വർഷമെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു? 11 പേരും കൂടി ആ ബ്രഹ്മാവിന്റെ സ്തുതിയുണ്ട് അവസാനം, അത് വായിച്ചുവോ? സമർപ്പിച്ചപ്പോ ഉത്തരാമായണത്തിന് അവസാനം വായിച്ചുവോ? ഉണ്ടാവില്ല, ചെയ്യാറില്ല. ഞാൻ പറഞ്ഞുതരാം സമ്പൂർണ്ണം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. പഞ്ചമവേദമാണ് എന്ന് പറഞ്ഞു, പുരാണങ്ങൾക്ക് തുല്യമാണ് എന്ന് പറഞ്ഞു. അപ്പോ നിങ്ങൾ ഉദയത്തിന് തുടങ്ങി അസ്തമയത്തിന് അവസാനിപ്പിക്കുന്നു 12 മണിക്കൂർ. തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഏതായാലും 5:30 വന്നൂലോ. ആദ്യം വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അതിന് 20 മിനിറ്റേ വേണ്ടൂ. എന്ത് തുടങ്ങുമ്പോഴും നമ്മുടെ മനസ്സിന്റെ അസുഖം മാറ്റാൻ ഏറ്റവും നല്ലതാ വിഷ്ണു സഹസ്രനാമം എന്നാ പറയുക. ഒരു യജ്ഞം നിങ്ങൾ ചെയ്തത് ഒരു ജ്ഞാനയജ്ഞ, അത്രയും നല്ലൊരു യജ്ഞ. ഇത്തിരി തുളസി പൂക്കളെങ്കിലും, ഇപ്പം ഇഷ്ടംപോലെ പൂവുണ്ടല്ലോ തുളസിയൊക്കെ, ഒരു കൂട പൂവ് നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് വെക്കുക യജ്ഞവേദിയിൽ. കിണാപീഠത്തിന് ഒരു മഞ്ഞപ്പട്ടൊക്കെ ചാർത്തി ആ ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകത്തിന്റെ ഫോട്ടോ വെച്ചിട്ട് അതിൽ മാല കെട്ടി ചാർത്തണം എന്നാ. ചെറിയൊരു മാല, അതൊക്കെ മാലയൊക്കെ പിരിക്കാൻ പഠിക്കുക. നമുക്ക് ശ്രീലകത്ത് ചാർത്താൻ ഭാഗ്യമില്ല, അമ്പലവാസികൾ കെട്ടിയാലേ അവർ ചാർത്തു. അത് അതിന്റെ സിസ്റ്റം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. സപ്താഹവേദിയിലെ ആചാര്യൻ പറയാം, എന്താ പിരിച്ചോളൂ, ഇവിടെ എല്ലാം സ്വീകരിക്കുന്ന ഒരു ക്ഷേത്രത്തിലെ ഈ ബലിക്കല്ലിന്റെ ഉയരം കൊണ്ട് പാക്കനാർക്കൊന്നും അങ്ങോട്ട് കാണില്ല അത്രേ. അപ്പൊ മഹാദേവിനെ എന്താ ചെയ്തേന്നോ? ആ ബലിക്കല്ല് അങ്ങോട്ട് താഴ്ത്തി കൊടുത്തു എന്ന്. പക്ഷെ പുറത്തുനിന്നിട്ടേ അവർക്ക് തൊഴാൻ പാടുള്ളൂ. അത്രയ്ക്കും എന്താ പറയുന്നത് രാമായണം. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല. എന്നെ ഭജിക്കാൻ നീ പുരുഷനാണോ സ്ത്രീയാണോ ആശ്രമം ജാതി മതം വർണ്ണം ഒന്നുമല്ല. എന്നെ ഭജിക്കാൻ ഭക്തി മാത്രമേ വേണ്ടൂ. കുംഭകർണൻ എന്താ പറഞ്ഞേ? ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ, ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവിടൂ, ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി, ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം. കേവലം രാവണന്റെ അനുജൻ രാക്ഷസനാ, എന്നിട്ടും പറയാ ഭക്തിയുണ്ടോ? പിന്നെ ഒന്നും വേണ്ടാട്ടോ, അതുകൊണ്ട് പോയി ശ്രീരാമനെ ഭജിച്ചോളൂ. രാവണൻ കേൾക്കുവോ? ഹീറോ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? വില്ലൻ വേണ്ടേ? ഇതിലെ വില്ലൻ ആരാ?
രാവണനാ. ഓട്ടക്കാരന് ജയിക്കണമെങ്കിൽ തോൽക്കാൻ ഒരാൾ വേണ്ടേ? രാമകഥ ഉണ്ടാവണമെങ്കിൽ രാവണൻ ഉണ്ടായേ തീരൂ. അതിനാ രാവണൻ. രാവണൻ നിസ്സാരക്കാരനൊന്നുമല്ല. ഈ കൈലാസം മഹാദേവൻ ആദിദേവനാ. അത്രയും ഈ ബ്രഹ്മാണ്ടം മുഴുവൻ ഉള്ളിലിരിക്കുന്ന മഹാദേവൻ ഇരിക്കുന്ന കൈലാസം എടുത്ത് അമ്മാനമാടണമെങ്കിൽ രാവണന്റെ തപശക്തി എത്രത്തോളം ഉണ്ട് എന്നറിയാൻ ഉത്തരരാമായണത്തിലൂടെ പോണം. നിങ്ങൾ ആ വായന തുടങ്ങുമ്പോൾ ശ്രീരാമചന്ദ്രന് ഫോട്ടോയിൽ മാല കെട്ടി ഭദ്രദീപം ഇല്ലെങ്കിൽ കിഴക്കും പടിഞ്ഞാറും തിരിയിട്ട് കൊളത്തി വെച്ച് എല്ലാവരും നാമം ജപിക്കണം. അഗ്നി പ്രകാശിപ്പിക്കുമ്പോൾ, അതായത് വിളക്ക് പ്രകാശിപ്പിക്കുമ്പോൾ അവിടെ നിശബ്ദത ഉണ്ടാവരുത്. വിളക്കിന് ഒരുപാട് തത്വങ്ങളുണ്ട്. തിരുമേനി നോക്കിയിട്ടുണ്ടോ? ആ തട്ടത്തിൽ എന്തെല്ലാം ഉണ്ടായിരിക്കും? ശംഖ്, മണി, വിളക്ക്, ഗ്രന്ഥം. ഇതൊന്നും നിലത്ത് വെക്കരുത്. ഭൂമിക്ക് അതിൻ്റെ ഭാരം താങ്ങില്ല എന്നാ പറയാ. ഗ്രന്ഥം നമ്മൾ കണ്ടു, ഒരു ഇതിലല്ലേ വെച്ചിരിക്കണേ. തിരുമേനിയുടെ തളികയിൽ നോക്കൂ, മണിയുണ്ട്, കടകടാന്ന് കുലിക്കാറില്ലേ. പിന്നെ ശംഖില്ലേ, ശംഖതീർത്ഥം തരുന്നേ. ഇതൊക്കെ എന്തേ അവിടെ വെക്കണേ? ആ തളികയിൽ വെക്കണേ. തിരുമേനിക്കതറിയാം, നമുക്കറിയില്ല. അപ്പ കൊടന്നു വെച്ചു വിളക്ക് നിലത്തില്ലേ. അപ്പോൾ അറിവുള്ളവർ പറയുമ്പോൾ ഇനി മേലിലത് അങ്ങനെയല്ല ചെയ്യേണ്ട. അറിവില്ലായ്മ കൊണ്ടാ. മഹത്തോ വിനഷ്ടി. ഹേ മഹത്തുക്കളെ, അറിവില്ലായ്മ കൊണ്ട് നഷ്ടപ്പെടുത്തി കളയരുത് നിങ്ങളുടെ പുണ്യങ്ങൾ. നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന, മഹത്തുക്കൾ പറഞ്ഞതാ, നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന ഈ പുണ്യങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഈ ജന്മം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നമ്മളെന്താ ചെയ്യുക? അറിയില്ല. ഇനി ആരെങ്കിലും പറഞ്ഞാലോ പണ്ടൊന്നും അനുസരിക്കൂലേ. അപ്പൊ പിന്നെ എല്ലാവരും കേൾക്കൽ തുടങ്ങി. ഇനി അങ്ങനെ ഈ വിളക്കൊക്കെ കൊളുത്തുന്ന സമയത്ത് നിങ്ങൾ മഹാമന്ത്രാണ് ഹരേ രാമ മന്ത്രം. ഇപ്പൊ ദീപജ്യോതി ഒന്നും അറിയില്ലെങ്കിലും എന്ത് ചെയ്യുക? ഒന്നിച്ച് ഹരേ രാമ മന്ത്രം ചൊല്ലുക. ഈ കലിസന്ധാരണോപനിഷത്തിലെ മന്ത്രമാണ്, മഹാമന്ത്രമാണ്. ജപിക്കാൻ ഒരു നിയമവും ഇല്ലാത്ത മന്ത്രമാണ് ഹരേ രാമ. അതിൽ നോക്കൂ, ആദ്യം എന്താ കലിസന്ധാരണോപനിഷത്തിലെ മന്ത്രം? കലികാലം തുടങ്ങാൻ പോവുകയാണ് കൃഷ്ണ, ഈ കലിദോഷം തീർക്കാൻ എന്താ അപ്പോ ചെയ്യുക? അപ്പൊ പറയാ, കലികാലത്തിലെ എൻ്റെ കുട്ടികൾക്ക് കലിദോഷം തീരാൻ ഒരൊറ്റ മന്ത്രം ജപിച്ചാ മതി. നമ്മൾ പറയും മന്ത്രം അറിയില്ല. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ആദ്യം എന്താ പറഞ്ഞേ? ഹരേ രാമ. എന്തേ ആദ്യം രാമനെ വിളിച്ചേ? കൃഷ്ണൻ പൂർണ്ണാവതാരല്ലേ. അതിനും വേറൊരു തത്വമുണ്ട്. അതായത് ഈ ശ്രീരാമചന്ദ്രൻ ന്റെ അവതാരം വരുന്നതിന് മുമ്പ് ഒരു രാമൻ ഉണ്ടായിരുന്നു. ആരാ? ഞാനൊഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിഭുവനത്തിങ്കൽ. ചോദിച്ചില്ലേ രാമായണത്തില്? ആരടാ ഞാൻ കൂടാതെ ഒരു രാമൻ? ഭാർഗവരാമൻ. പരശുവൊക്കെ കൈ പിടിച്ചിട്ട് പരശുരാമൻ. അതിനുശേഷമുണ്ടായ 7ാമത്തെ അവതാരാണ് ശ്രീരാമചന്ദ്രൻ. അതിനുശേഷമാണ് ആരുണ്ടാവണേ? ബലരാമൻ എന്ന അവതാരം. ബലരാമൻ ഉണ്ടായത് ശേഷനാഗമായ അനന്തന. അതായത് ഈ മാരീചന്റെ പിറകെ പോയിട്ട് തിരിച്ചു വരുമ്പോ, അയ്യോ ലക്ഷ്മണ എന്താ ചെയ്തേ? സീത ഒറ്റയ്ക്ക് ഇട്ടിട്ട് അവിടെ നിന്ന് പോന്നു. അപ്പൊ പറഞ്ഞു, ചീത്ത പറയാണ് അവിടെ, എനിക്ക് പറയാൻ വയ്യ ദേവി പറഞ്ഞ വാക്കുകളൊന്നും, അതുകൊണ്ടാ ഞാൻ പോന്നത്. ശ്രീരാമചന്ദ്രന്റെ ജ്യേഷ്ഠന്റെ ശബ്ദമാണ്. മരീചൻ കരഞ്ഞത് അങ്ങനെയാണല്ലോ, പറഞ്ഞു എന്ന്. അപ്പൊ പറയാ, യോഷമാരുടെ വാക്ക്, അതാ യോഷമാരെന്ന് പറഞ്ഞ സ്ത്രീകളുടെ വാക്കൊക്കെ ആരെങ്കിലും കേൾക്കുമോ? അപ്പോ വിചാരിച്ചു അത്രേ, ആരാ ആദ്യം സ്ത്രീകളുടെ വാക്ക് കേട്ട് സ്വർണത്തിന്റെ മാനാന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയേ? ഏട്ടൻ തന്നെ അല്ലേന്ന്. പക്ഷെ ചോദിച്ചില്ല പോലും. ഏട്ടനോട് കറുതല പറയരുത്, ബഹുമാനം. എങ്ങനെ സഹോദരങ്ങളെ ബഹുമാനിക്കണം എന്നാണ് രാമായണം പഠിപ്പിക്കുന്നത്. രാമായണത്തിന്റെ പ്രസക്തി, രഘുവംശത്തിന്റെ പ്രശസ്തി ഇത്രത്തോളം ഉണ്ടാവാൻ കാരണം എന്താണോ? സീതയോ അമ്മമാരോ ദശരഥനോ ഒന്നും അല്ല. ഈ സഹോദര സ്നേഹം, ഈ രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനുമായുള്ള ആ പെരുമാറ്റം, അവരുടെ ആ ഒരുമ, ഐക്യം, അത് കാണിക്കുന്നതാണ് രാമായണം. അതാണ് രഘുവംശത്തിന്റെ പ്രസക്തി എന്ന് നമ്മളെ പഠിപ്പിക്കുക. ഇനി മാലയ്ക്ക് കെട്ടി ചാർത്തി വിളക്ക് വെക്കുമ്പോൾ എല്ലാവരും കൂടി എന്ത് ചെയ്യുക? ഹരേരാമ മന്ത്രം ജപിക്കുക. തിരുമേനിയോട് പറഞ്ഞ കൊടിവിളക്കായി വന്ന് നിങ്ങൾക്ക് ദീപം ജ്വലിപ്പിച്ച് തരും. ദീപത്തിന്, അഗ്നിക്ക് ഒരുപാട് തത്വങ്ങളുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എങ്ങടാ പോണേ? ഇങ്ങനെ കത്തിക്കുമ്പോൾ, ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ എവിടുന്നാ അപ്പോൾ ഇത് വരണേ? അപ്പൊ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അഗ്നി, നമ്മുടെ വയറ്റിനുള്ളിലും ഉണ്ട് അഗ്നി. അപ്പൊ അത്രയും നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനത്തോടുകൂടി തിരുമേനി വന്ന് നിങ്ങൾക്ക് അത് തെളിയിച്ച് തരുമ്പോൾ നിങ്ങൾ എല്ലാവരും രാമായണം കൊണ്ടുവരില്ലേ? ഗ്രന്ഥപൂജ പോലെ ഒരു പട്ട് വിരിച്ചിട്ട് ഭഗവാന് മുന്നിലെ പുതിയ രാമായണമൊക്കെ വാങ്ങിയവരുണ്ടാവും, അതെല്ലാം അവിടെ വെക്കുക. തിരുമേനിയോട് പറയാ, തിരുമേനി ഇപ്പൊ ഒത്തിരി പൂവിട്ടിട്ട് ആ ഗ്രന്ഥം കൂടി ഒന്ന് കർപ്പൂരം കാണിച്ച് പൂജിച്ച് തരണേ എന്ന് പറഞ്ഞാൽ അപ്പൊ പൂജിച്ച് തരും. നമ്മൾ ഭാഗവതം ചെയ്യുമ്പോൾ
സംസാരസാഗരേ മഗ്നം എന്ന് ചൊല്ലിയിട്ട് ഗ്രന്ഥപൂജ നടത്താറില്ലേ രാവിലെ? അത് തന്നെ എല്ലാ ഗ്രന്ഥങ്ങളും തുല്യാണ്, രാമകഥയ്ക്കപ്പുറം ഒന്നുമില്ലാന്നാ. അപ്പോ ഗ്രന്ഥപൂജയും കഴിഞ്ഞതിന് ശേഷം അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാം? വിഷ്ണു സഹസ്രനാമം എല്ലാവരും കൊണ്ടുവന്നിട്ട് അത് ജപിക്കുക. 20 മിനിറ്റ് അത് ജപിച്ച് ഓരോ യജ്ഞവും തുടങ്ങുമ്പോഴും സമർപ്പിക്കുമ്പോഴും നിങ്ങൾ പൂക്കൾ, ഇനിയിപ്പോൾ നിങ്ങൾ ലീഡ് ചെയ്യുന്ന ആചാര്യനെങ്കിലും പൂക്കൾ എടുത്ത് രാമപാദത്തിൽ അർപ്പിക്കണം. അതിനാണ് നമുക്ക് കൈ കിട്ടിയിരിക്കുന്നത്, അർച്ചനം ചെയ്യാനാ. എന്നിട്ട് എന്ത് ചെയ്യുക? രാമകഥ ഇങ്ങോട്ട് തുറക്കുക. അത് ആ യജ്ഞം സമർപ്പിക്കണം കേട്ടോ. വിഷ്ണു സഹസ്രനാമം സമർപ്പിക്കുമ്പോൾ വീണ്ടും ഹരേ രാമ ചൊല്ലി നിങ്ങൾ എന്ത് ചെയ്യണം? പൂക്കള് ഭഗവാന്, അത് നിങ്ങൾ കുറച്ച് പൂക്കളൊക്കെ തലേദിവസം തന്നെ ഉണ്ടാക്കി വെക്കുക, വാടില്ല, തെച്ചിൻ തുളസി. എന്നിട്ട് നിങ്ങൾ രാമകഥ തുടങ്ങുമ്പോൾ ആദ്യം എന്താ ചൊല്ലാറ്? നിങ്ങൾ രാമായണം വായിക്കുമ്പോൾ ഒക്കെ ചെയ്യാറുണ്ട് ടീച്ചറെ, എങ്ങനെയൊന്നും ഇല്ല പറഞ്ഞു വരാം അമ്മ, അതുകൊണ്ട് ചോദിച്ചാൽ ചെയ്യുണ്ടാവും കേട്ടോ, എനിക്കറിയില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ടും പറഞ്ഞു തരാം. ഞാൻ യജ്ഞമായിട്ട് ഇപ്പോൾ സമർപ്പിച്ചു 2 സ്ഥലത്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നോ, ഏതൊരു ഗ്രന്ഥം എടുക്കുമ്പോഴും നമുക്ക് ആര് കാരണം അത് കിട്ടിയത്? അത് എഴുതിയ വാൽമീകി മഹർഷി കാരനല്ലേ? ആ വാൽമീകി മഹർഷിയെ സ്മരിക്കണം. അതിനപ്പോൾ എന്ത് ചെല്ലുക? ഒരു യജ്ഞം, ദാനം, തപസ് എല്ലാം ചെയ്യുമ്പോഴും ഓങ്കാരത്തോടു കൂടി വേണം തുടങ്ങാൻ. അപ്പോൾ ഓങ്കാരം ജപിച്ചുകൊണ്ട് ഓം കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം, അങ്ങനെ ചൊല്ലണം. അത് കാണാതെ അറിയണ്ട, രാമായണത്തിന് മുന്നിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായില്ലേ? ഇല്ലാത്തവർ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ചില രാമായണത്തിലൊന്നും ഉണ്ടാവില്ല. പല പബ്ലിഷേഴ്സും ഇപ്പോൾ ഉത്തരാമായണമൊക്കെ മുറിച്ച് കളഞ്ഞു. ഭഗവാന്റെ ഒരു കൈയില്ല ഇപ്പോൾ രാമായണത്തിന്. ശരിക്കും ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ എന്താ? ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹേ. പ്രത്യക്ഷ ഭഗവാനെ ആ ഗ്രന്ഥം എന്നാ. മാതൃഭൂമിക്കാർക്ക് എന്ത് പോയി? അവരെന്ത് ചെയ്തു? അത് ഉത്തരാമായണം ഒന്നും പലരും വായിക്കില്ല, അത്രയും പേജ് അവർക്ക് ലാഭം. രാമായണത്തിന് പിന്നെ വില കൂടിയില്ലേ? അത് വാങ്ങിക്കരുത്. പൂർണ്ണമായ രാമായണം, ഉത്തരാമായണം ഉള്ളതേ വായിക്കാവൂ. കാരണം നിങ്ങൾ വാൽമീകി രാമായണം വാങ്ങിച്ചു നോക്കൂ, ഭാഗവതത്തിന്റെ പോലെ എത്ര അട്ടിയുണ്ട്? 3 ബുക്കാ ഇപ്പോൾ. ആ 3 ബുക്കിലെ അവസാനത്തെ 7 കാണ്ഡുണ്ട് വാൽമീകി രാമായണത്തിൽ. അവസാനത്തെ കാണ്ഡത്തിന്റെ പേര് എന്താണെന്നറിയോ? ഉത്തരകാണ്ഡം. ആ ഉത്തരകാണ്ഡാണ് ഇവിടെ 6ാമത്തെ കാണ്ഡം എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുന്നത്, ഉത്തരരാമായണം. അപ്പൊ അത് വായിക്കണ്ടേ? എന്നാലും നമ്മൾ സമ്പൂർണ്ണത്തിന് അത് സമയം കിട്ടില്ല. പക്ഷെ 32 ദിവസം വായിക്കുമ്പോൾ അത് സമർപ്പിക്കും. പണ്ടൊക്കെ ആലിക്കൽ അമ്പലത്തിലേ നിങ്ങൾ കണ്ടു വന്നിരുന്നില്ലേ? കൃഷ്ണൻകുട്ടിയേട്ടൻ വായിക്കുമ്പോൾ 10 ദിവസം കൊണ്ട് പൂർണ്ണം വായിക്കും, ഉത്തരം വായിക്കുമായിരുന്നു. ഇപ്പോഴാണ് ഓരോരുത്തരും വേണ്ട അരുത് പറഞ്ഞ് ഒഴിവാക്കിയത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? എന്നിട്ട് വാൽമീകിയെ സ്മരിച്ചുകൊണ്ട്, പിന്നെ ആരാ നമുക്ക്, നമ്മൾ വായിക്കാൻ പോകുന്നത് വാൽമീകി രാമായണം അല്ല, ഏതാ? എഴുത്തച്ഛൻ രാമായണം, അധ്യാത്മ രാമായണം. അപ്പൊ എന്ത് ചെയ്യണം? എഴുത്തച്ഛനെ ഒന്ന് സ്മരിക്കുക. സാനന്ദരൂപം സകല പ്രബോധമാനന്ദദാനാമൃത പാരിജാതം മനുഷ്യ പത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യ പാദം. ആ തുഞ്ചത്താചാര്യന്റെ പാദങ്ങളിലൊന്ന് നമ്മൾ നമസ്കരിക്കും. മാനസ പൂജ എന്ന് പറയില്ലേ? നമ്മുടെ മലപ്പുറം ജില്ലയിലെ 400 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച് ജീവിച്ച് നമുക്ക് ഗ്രന്ഥങ്ങൾ തന്ന മഹാത്മാക്കളാണ് വില്ലമംഗലം സ്വാമി, തവനൂർ വാസുദേവപുരം ക്ഷേത്രമൊക്കെ പ്രതിഷ്ഠ നടത്തിയത്. മറ്റൊന്ന് നമ്മുടെ എഴുത്തച്ഛൻ വേദത്തിന്റെ സാരം കൂടെ കറന്നെടുത്തിട്ടാണ് ഇത് എഴുതി വെച്ചത്. ഓരോ വരികൾ വായിച്ച നമുക്ക് മനസ്സിലാവില്ല. നിങ്ങൾ വായിച്ചില്ലേ? ആഗമക്കാതലായ രാഘവൻ തിരുവടി. ആരാ ആഗമക്കാതൽ? അതൊന്നും മനസ്സിലായില്ല ടീച്ചറെ, ഞങ്ങൾ വായിച്ച് സമർപ്പിച്ചു അല്ലെ. ആഗമക്കാതൽ എന്ന് പറഞ്ഞ വേദസാരം എന്നാ. വേദസാരം തന്നെയാണ്. വേദത്തിലെ പല വാക്കുകളും അതിലും സംസ്കൃതത്തിൽ വെച്ചിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. തത്വമസിയെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ 2 സ്ഥലത്ത്. എന്താ തത്വമസി? തത്വം അസി, അത് നീ തന്നെയാണ്, ഇനി ഇങ്ങോട്ട് വരണ്ടാന്നാ ശബരിമലയിൽ എഴുതി വെച്ചെന്ന്. അപ്പൊ പോണ്ടേ? 18 വർഷമായി പിന്നെ കാലുകൊണ്ട് കൈകൊണ്ടൊക്കെ വയ്യാദേവി. അപ്പൊ പറയാണ് ഭഗവാൻ തത്വമസി, അത് വേദവാക്യ, സാമവേദജ്ഞനാണ്. സംഗീതാത്മകമല്ലേ? ഭജന ഏറ്റവും കൂടുതൽ അയ്യപ്പ സ്വാമിക്കല്ലേ? സാമവേദത്തിലെ മഹാമന്ത്രാണ് തത്വമസി എന്നുള്ളത്. ഈ വേദങ്ങളിലെയൊക്കെ മഹാമന്ത്രങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. 4 വേദങ്ങളിലും മഹാമന്ത്രമുണ്ട്. ഇവിടെ വന്ന് തൊഴുത് നമസ്കരിക്കുന്നു പറഞ്ഞില്ലേ? ആ സമയത്ത് ആ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് വന്ന് തൊഴുത് നിൽക്കുമ്പോൾ ആദ്യം തുറന്നാണോ അടച്ചാണോ തൊഴണ്ടേ? സംശയമല്ലേ? അപ്പോ നമ്മൾ എങ്ങോട്ട് നോക്കും? ഭഗവാൻ ഇങ്ങനെ നോക്കും. അപ്പോ ഭഗവാന്റെ രൂപം എന്ത് രസമായിട്ടാ മഹാദേവനെ വെച്ചിരിക്കുന്ന, നിറമാലയൊക്കെ ചാർത്തി. ആ രൂപം കണ്ണ് തുറന്ന് മനസ്സിലാക്കി മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കുക.
എന്നിട്ട് ഹൃദയത്തിനുള്ളിലുള്ള ഭഗവാനെ അതുപോലെ അലങ്കരിച്ചതായി സങ്കല്പിച്ച് കണ്ണടച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് നിന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് നമസ്കരിക്കൂലോ, അത് രണ്ടാമത്തെ യജുർവേദത്തിലെ അഹം ബ്രഹ്മാസ്മി എന്ന ഭാവത്തിലേക്ക് നമ്മളെ അങ്ങോട്ട് ഉയർത്തും. അതാ ക്ഷേത്ര ദർശനത്തിന്റെ ഏറ്റവും മൂർത്തമായ സമയമാണ് അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആരാധിക്കണം. ഇനി അയം ആത്മാ ബ്രഹ്മ എന്നാണ് ഋഗ്വേദത്തിൽ പറയുന്നത്. അതേ അർത്ഥത്തിൽ പറയുന്നതാണ് സാമവേദത്തിലെ തത്വമസി. അത് നമ്മുടെ രാമായണത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോ അതുപോലെ മേൽപ്പത്തൂർ പട്ടേരിപ്പാട് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ചന്ദനക്കാവ് മേൽപ്പത്തൂർ ഇല്ല, അതൊക്കെ പോയി കാണണം. ഞാൻ പൂന്താനം കൊണ്ടുപോയി കാണിച്ചു കാവിലെ അമ്മമാരെ. അവർ പറയാ, ടീച്ചറെ നമ്മൾ ഇത്ര അടുത്ത് ഈ പെരിന്തമണ്ണയുടെ ഭാഗത്ത് ജീവിച്ചിട്ടേ കണ്ടില്ലാലോ ഇതുവരെ, ഇപ്പോൾ ടീച്ചർ വരേണ്ടി വന്നില്ലേ. അപ്പൊക്കെ ഒരു സന്തോഷം തോന്നി. അങ്ങനെ നമ്മളോട് പറയുമ്പോൾ ഒരു സന്തോഷമാണ്, പക്ഷെ അഹങ്കാരം തോന്നിപ്പിക്കല്ലേ കൃഷ്ണ എന്ന് വിചാരിച്ചു. എന്താ പൂന്താന ഇല്ലത്തിന്റെ മഹത്വം. വേറൊരു സ്ത്രീ പറഞ്ഞു, ഇന്ന് ഒരു സുഖവും സന്തോഷമൊക്കെ ഉണ്ട്. അപ്പൊ എന്താ ആണുങ്ങളെ കൂടെ വന്ന എപ്പോഴും ചീത്ത കേൾക്കുള്ളൂ, ഇന്നും ഒരു ചീത്തയും കേട്ടിട്ടില്ല എന്ന്. അപ്പൊ മാതൃസമിതിക്കാർ തീരുമാനിക്കുക ഇനിയും പോകണമെന്ന്. 29 ആളാണ് 27 സീറ്റുള്ള ട്രാവലറിൽ പോണ്. വെറും 250 രൂപയായുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം, കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഇതൊക്കെ സാധിക്കും. പൂന്താന ഇല്ലത്തിന്റെ പ്രത്യേകത എന്താന്നോ, അവിടെ ചെന്നപ്പോ പുറത്ത് ഇങ്ങനെ ഒരു ചതുരത്തില്, ഞാൻ അതിന് മുമ്പേ പോയതാ, കൃഷ്ണന്റെ വിഗ്രഹം വെച്ചിട്ടുണ്ട്, നമ്മൾ വീട്ടിൽ വെക്കണ പോലെ. അപ്പൊ ഞാൻ പറയാ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പൂന്താനം തിരുമേനി വയസ്സായപ്പോഴേ ഗുരുവായൂർക്ക് പോകാൻ വയ്യാതെ ഇപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ചു അത്രേ, കൃഷ്ണ എത്ര കാലമായി ഞാൻ ഇങ്ങനെ എനിക്ക് വയ്യാതെ അങ്ങോട്ട് വരാൻ വയ്യാതെ നാമം ജപിക്കണു, എന്നെ കാണാനില്ലേ, എനിക്ക് വയ്യാതെ ഇരിക്കണു, ഇനി ഒന്ന് കൊണ്ടുപോയി കൂടെ എന്ന് പ്രാർത്ഥിച്ചു അത്രേ. ഇങ്ങനെ എന്നെ പ്രാർത്ഥിക്കുക വെച്ചപ്പോ ഒരു ദിവസം സ്വപ്നത്തിൽ വന്നു അത്രേ, 90 കഴിഞ്ഞെണ്ണി. അപ്പോൾ ഭഗവാൻ പറയാ, പൂന്താനം നാളെ ഞാൻ വരൂ കേട്ടോ അങ്ങയെ കൊണ്ടുപോവാൻ. അപ്പോ പൂന്താനം തിരുമേനിക്ക് സന്തോഷമായി. രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് എല്ലാവരോടും പറയാ, ഇന്ന് കൃഷ്ണൻ വരൂ കേട്ടോ എന്നെ കൊണ്ടുപോവാൻ, നിങ്ങൾ പോരണോ. അപ്പൊ എല്ലാവരും വിചാരിച്ചിത്ര വയസ്സായിട്ട് അത്തും പൊത്തും പറയാന്ന്. പക്ഷെ നല്ല ഭക്തിയുള്ള ഒരു ബാല്യക്കാരി അവിടെ ഉണ്ടായിരുന്നു. അവരെ അടുക്കളയിൽ പണിയെടുക്കുന്നതിന്റെ ഇടയിൽ പറഞ്ഞുത്രേ, ഞാനും ഉണ്ടെന്ന്. അപ്പൊ ഒരുപാട് തവണ ആ ഇല്ലം ചെന്ന് കാണണം, ആ അമ്മർത്ത് വന്ന് നോക്കുക അങ്ങോട്ട് ഇങ്ങനെ ഗേറ്റ് ആയിട്ട്. അപ്പോ എന്താ ഇപ്പൊ ഭഗവാൻ വരാത്തേ, എന്താ വരാന്ന് പറഞ്ഞിട്ട് വരാത്തേ, പിന്നെ അകത്തേക്കെന്നെ പോകും 4 ഘട്ട. കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടി വന്ന് നോക്കുക. അങ്ങനെ നോക്കി നോക്കി അവസാനം ഭഗവാൻ ആ പുഷ്പക വിമാനത്തിൽ അങ്ങോട്ട് വന്നു. അവിടെ ഒരു കുന്നുണ്ട്, അത് ഇറങ്ങിയത് എന്ന് പറയണു. അപ്പൊ തിരുമേനി ഓടി വരിക, ആ ഭഗവാൻ വന്നു കേട്ടോ ഞാൻ പോവാണ്, ആരെങ്കിലും പോരണോ എന്ന് വീണ്ടും ചോദിച്ചു. ആ പൊട്ടന്മാർക്കൊന്നും മനസ്സിലായില്ല. ആ സ്ത്രീ പറഞ്ഞു ഇത്രേ, ഞാൻ പോരുന്നുണ്ട് എന്ന് പറഞ്ഞാ വരൂ പറഞ്ഞു. പിന്നാലെ ഓടി വന്നു. ആ സ്ത്രീ അവിടെ അപ്പം മരിച്ചു വീണു ഇത്രേ. ഉടലോടെ സ്വർഗത്ത് പോകാനായിട്ടില്ല. പൂന്താനം തിരുമേനി ഭഗവാൻ അവിടെ നിർത്തി, ആ വിമാനത്തിൽ കയറി സ്വർഗത്തിലേക്ക് പോയി എന്ന കഥ. പിന്നെ ആ ഉടല ആരും കണ്ടില്ല. നമ്മുടെ പെരിന്തമണ്ണയിൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിട്ട് ആ മണ്ണിൽ ഒന്ന് ചവിട്ടണ്ടേ. ഈ കഥ കേട്ടതും പറഞ്ഞു നമുക്കൊന്ന് പോവുക. അങ്ങനെയാണ് ഇന്ന് അവിടെ പോയി 4 അമ്പലവും തൊഴുത് ഞങ്ങൾ അങ്ങാടിപ്പുറം തൊഴുത്. എന്താ അങ്ങാടിപ്പുറം തൊഴണം പറയണെന്നോ, ഈ തിരുമേനിയുടെ ഇല്ലത്തെ ഭഗവതി അറിയില്ല, അവരുടെ കുലദേവതയാണ് തിരുമാന്നാങ്കുന്ന് ഭഗവതി. അപ്പൊ ആദ്യം പോകുമ്പോൾ നമ്മൾ ആ തിരുമാന്നാങ്കുന്നിൽ പോയിട്ടൊന്ന് തൊഴണം. എന്നിട്ട് എന്ത് ചെയ്യണം, നേരെ അവിടെ പോയിട്ട്, അവിടെ ഭഗവതിയാറുണ്ട്, തിരുമേനി 10 മണിക്ക് അവിടെ വന്ന് തുറന്നു തൊഴുതു ഞങ്ങളെ. അപ്പൊ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തിരുമാന്നാങ്കുന്നിലെ അമ്മാന്ന്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ 4 പുറവും തന്നെ ഉണ്ടായിട്ട് നമ്മളത് അറിയണ്ടേ, അറിഞ്ഞ് ആചരിക്കണ്ടേ. ഇനി നിങ്ങൾ രാമായണം വായിച്ചു തുടങ്ങുമ്പോൾ എല്ലാവരും ഒന്നിച്ചിട്ട് എന്ത് ചെയ്യുക, ആദ്യത്തെ ഭാഗം വായിക്കാം. തുടങ്ങുമ്പോൾ ആദ്യം എന്ത് ചെയ്യുക, നിങ്ങൾ ഈ 2 സ്തുതികൾ വാൽമീകി മഹർഷിയും ഈ സാനന്ദരൂപം എഴുത്തച്ഛനെയും സ്മരിച്ചതിന് ശേഷം ഹരിശ്രീ ഗണപതയേ നമഃ വിഘ്നമസ്തു ശ്രീ ഗുരുർഭ്യോ നമഃ എന്ന് ചൊല്ലിയതിന് ശേഷം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ നാരായണായ നമോ എന്ന് വരെ ഒന്നിച്ച് വായിച്ചിട്ട് പിന്നെ ഒരാൾ വായിക്കുക. അല്ലെങ്കിൽ എല്ലാവരും കൂടി വായിച്ചാൽ ആരെ തൊണ്ടയിൽ ഒന്നും ഉണ്ടാവില്ല. മൈക്കടെ മുന്നിൽ നിങ്ങളെ മൈക്കൊക്കെ വയസ്സനായിട്ട് ഒന്ന് മാറ്റണം, അല്ലെങ്കിൽ നിങ്ങളെ തൊണ്ട കേടുവരിക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു പോർഷൻ ഒരാൾ വായിക്കുക, ഒരു ഹെഡിങ് വരുമല്ലോ, അത് കഴിഞ്ഞാൽ അയാൾ നിർത്തിയിട്ട് അടുത്ത പോർഷൻ വേറെ ആൾ വായിക്കുക. അങ്ങനെ കൂട്ടായ്മയോടുകൂടി വായിച്ചിട്ട് നിങ്ങൾ ബാലകാണ്ഡത്തിന് എന്ത് വരും, ഭഗവാന്റെ അവതാരം വരുന്നുണ്ടല്ലോ, ഭഗവാൻ ജനിച്ചു എന്നുള്ളത്. ആ സമയത്ത് എല്ലാവരും കൂടി ഹരിരാമ ജപിച്ച് പൂക്കൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഭഗവാൻ അർച്ചിക്കുക. അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് വേറൊരു സുഖം കിട്ടും. എന്നിട്ട് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ പോർഷനൊക്കെ എത്തുമ്പോൾ അങ്ങനെ ചെയ്യണം. പിന്നെ ഓരോ ഭാഗം, ഇപ്പൊ ഓരോ സ്തുതികൾ വരുമ്പോൾ രാവണനെ വധിക്കുമ്പോൾ രാവണനെ വധിച്ച് തിന്മയെ വധിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോഴും നമ്മൾ പുഷ്പങ്ങൾ അർച്ചിച്ച് ഹരിരാമം ജപിക്കണം. ജടായുവിനെ എങ്ങനെയാ മരിപ്പിക്കണേ, കുറൂരമ്മയെ എങ്ങനെയാ മരിപ്പിച്ചത്, കുറൂരമ്മ അങ്ങനെ
പ്രാർത്ഥിക്കൂത്രേ, കൃഷ്ണ എനിക്ക് അങ്ങോട്ട് വരാൻ വയ്യാട്ടോ, ഒന്ന് ഇങ്ങോട്ട് വന്നൂടെ. അപ്പൊ ഉണ്ണിക്കണ്ണനായിട്ട് അടുത്ത വീട്ടിലെ കുട്ടിയുടെ രൂപത്തിലാത്രേ വന്ന്, മുത്തശ്ശി എന്താ പൂവൊന്നും അറക്കാൻ വയ്യേ ചോദിച്ചിട്ട് കൈ പിടിച്ച് വലിച്ചിട്ട് പോയി. ആ പഴമലയുടെ മുകളിലെ കുറുണ്ട് മറിഞ്ഞ് കയറി പൂവൊക്കെ ഒരു കൂടെ പൂവറുത്ത് കൊടുത്തു അത്രേ പൂജിക്കാനേ. അപ്പോ ഉണ്ണി നാളെയും വരൂ കേട്ടോ എന്ന് പറഞ്ഞ് ഉണ്ണിയപ്പൊക്കെ കൊടുക്കൂത്രേ. പിന്നെ വ്യത്യാസം ഗുരുവായൂരപ്പൻ വരും. അമ്മയ്ക്ക് മനസ്സിലായില്ലേ അത് ഗുരുവായൂരപ്പനാന്നേ. അങ്ങനെ മരിക്കാനാവുമ്പോ ആ വയ്യാതെ അസ്ക്യത മൂത്തിരിക്കുമ്പോ ഒരു ദിവസം വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അന്ത്യേ നാരായണ സ്മൃതി. അങ്ങനെ ഭഗവാന്റെ വിഷ്ണു സഹസ്രനാമം അവസാന ഭാഗത്താ ഭഗവാൻ അടുത്ത് അങ്ങനെ വന്നിരുന്നു. അപ്പോ അമ്മ ജപിക്കുക, ആത്മയോനി സ്വയം ജാതു വൈഖാന സമഗായന ദേവകീ നന്ദന സൃഷ്ട ക്ഷിതീശ പാപനാശന ശംഖഭൃം നന്ദകീ ചക്രീ. അത്ര എത്തിയപ്പോഴേക്ക് ഭഗവാനെ കണ്ടു. അമ്മയുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. നിങ്ങൾ ഗുരുവായൂരാ നടക്കിൽ അങ്ങോട്ട് എത്തിയാ നിങ്ങൾക്ക് കണ്ണിൽ വെള്ളം നിറയാറില്ലേ? ആ ചങ്കിൽ നിന്നും ഹരേ രാമ കൃഷ്ണ എന്ന് ജപിക്കാൻ വയ്യാത്ത ഒരവസ്ഥ വരാറില്ലേ? അത് ഭക്തിയുടെ പാരമ്യത. അതുപോലെ അമ്മയ്ക്ക് ബാക്കി മുഴുമിപ്പിക്കാൻ വയ്യാതെ അമ്മയുടെ കണ്ണിൽ അങ്ങനെ വെള്ളം നിറഞ്ഞു അത്രേ. ആ വെള്ളം നിറഞ്ഞപ്പോ ഭഗവാന്റെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണുനീര് അമ്മയുടെ കയ്യിലേക്ക് ഇറ്റിച്ചാടി. ഭഗവാൻ ആ കണ്ണുകൾ അടപ്പിച്ച് അമ്മയെ മരിപ്പിച്ചു. അതുപോലെ കുറൂരമ്മയെ പോലെ രാമായണത്തിൽ ജടായു എന്ന പക്ഷിശ്രേഷ്ഠനെ അച്ഛന് വയസ്സിന് അച്ഛന്റെ ഫ്രണ്ടാന്നാ പറയണത്. ഇപ്പോഴും ഉണ്ട് ഇതൊക്കെ, രാമായണം ഇപ്പോഴും നടക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മൾ പക്ഷികളെ വളർത്തുന്നില്ലേ? പെറ്റാന്നും പറഞ്ഞ് ഒരുപാട് മുയലിനെയും മറ്റുള്ള ജീവികളെയും വളർത്തുന്നില്ലേ? ദശരഥൻ വളരെ സ്നേഹിച്ച് വളർത്തിയിരുന്ന ഒരു പക്ഷി ശ്രേഷ്ഠനാണ് ജടായു. ഈ ജടായുവിനെ മരിപ്പിക്കുന്ന സമയത്ത് വന്നിട്ട് ഇതേപോലെ തൊട്ട് തലോടി ഒരു തുള്ളി കണ്ണുനീര് വീഴ്ത്തിയിട്ട് ആ ശ്രീരാമചന്ദ്രൻ മരിപ്പിക്കുന്ന. എന്താ മരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? മരിക്കാറാവുമ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് അത്ര കോടി അടിക്കണേ, എൻ്റെ കുട്ടികൾക്കും എല്ലാവർക്കും സുഖാവണേ. എന്താ നമ്മൾ നാമം ചൊല്ലുമ്പോൾ രാമ 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 പാഹി മാം. പാഹി മാം, പാഹി എന്ന് പറഞ്ഞാൽ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂന്നേ ഉള്ളൂ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ചൊല്ലിയാ നമുക്ക്. അപ്പോഴോ ഈ മരിക്കാറാവുമ്പോ, അതായത് ആശ്രമങ്ങളുണ്ട്, ഗൃഹസ്ഥാശ്രമം, അതായത് ആദ്യം നമ്മൾ ബ്രഹ്മചര്യം അത് പഠിക്കുന്ന കാലം, ഗൃഹസ്ഥാശ്രമം കല്യാണം കഴിച്ച് കുട്ടികളായിട്ട് ഇപ്പം ജീവിക്കുന്നില്ലേ, വാനപ്രസ്ഥം റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കുറച്ചൊക്കെ അമ്പലത്തേക്ക് വരില്ലേ, കുറച്ച് അസുഖങ്ങളൊക്കെ പിന്നെ തുടങ്ങും, നടക്കാൻ പറയും, അപ്പോൾ വരും പ്രദക്ഷിണം വയ്ക്കും, അത് കഴിഞ്ഞ സന്യാസം. അപ്പോൾ ഈ വാനപ്രസ്ഥത്തിന്റെ ഒരു സമയം ആകുമ്പോഴെങ്കിലും ഇതിലേക്ക് നമ്മൾ ഇറങ്ങി വരിക, അതാണ് പറയുന്നത്. അപ്പോ ആ സമയത്ത് ഇവിടെ വന്നാൽ എന്താ പ്രാർത്ഥിക്കുക? ഇനി എനിക്ക് അത് വേണം ഇത് വേണം എന്നാണോ? ഒന്നുമല്ല. അനായാസേന മരണം വിനാ ദൈന്യേന ജീവനം ദേഹാന്തേ തവ സാന്നിധ്യം ദേഹിമേ പരമേശ്വരം. അതാ പ്രാർത്ഥിക്കണ്ടേ. എന്താ? അനായാസേന മരണം. കൃഷ്ണ എനിക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, പക്ഷെ എങ്ങനെ വലിച്ച് 4 കാലുള്ള കട്ടിലും ആ സന്യാസം എന്നുള്ള ഒറ്റയ്ക്ക് കിടക്കുന്ന അവസ്ഥ ഉണ്ടാവരുതേ. പെട്ടെന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ബലി എങ്ങനെയാ മരിച്ചേ? ഒരു വലിയ കള്ളനായിരുന്നു ഇത്രേ മഹാബലി. ആദ്യത്തെ ജന്മത്തിലേ ഒരു കക്കാൻ പോകുമ്പോൾ എല്ലാ കള്ളന്മാർക്കും വലിയ വിശ്വാസവും. ഭഗവാനെ വന്ന് പ്രാർത്ഥിച്ചു, ഇന്ന് വലിയ ഒരു കൊള്ള നടക്കാൻ പോവുക, ഞാനൊരു ഭണ്ഡാരൊക്കെ ചേർത്ത 1 ഉറുപ്പിക ഇട്ടിട്ടാ പറയണത്, വലിയ കൊള്ള നടത്താൻ പോവുകയാണ് അല്ലേ. നമ്മൾ ആ 1 ഉറുപ്പിക ഇട്ടിട്ട് എത്ര ലക്ഷത്തിന്റെ കാര്യം പ്രാർത്ഥിക്കുക. എന്നിട്ട് തൊഴുത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഡാഞ്ഞത് നമസ്കരിച്ച പോലെ അങ്ങോട്ട് വീണു ഇത്രേ. എന്നിട്ട് മരിച്ചു. അപ്പോഴാണ് അവിടെ ചെന്നപ്പോ അടുത്ത ജന്മം മഹാബലിയായിട്ട് ജനിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ തൊഴുത് നമസ്കരിക്കുമ്പോൾ അങ്ങോട്ട് മരിച്ചാ എന്താ അവസ്ഥ? അനായാസേന മരണം സംഭവിക്കണം, വിനാ ദൈന്യേന ജീവനം. എനിക്ക് ആരെയും ആശ്രയിക്കാതെ അല്ലേ. വയസ്സായാൽ നമുക്ക് സഹായത്തിന് ആള് വേണം, 1നും 2നും എങ്കിലും പോവാൻ സഹായം ഇല്ലാത്തൊരവസ്ഥയായിരിക്കണം കൃഷ്ണ. അത് കഴിഞ്ഞിട്ടോ ദേഹാന്തേ തവ സാന്നിധ്യം. ദേഹം അവസാനിക്കുന്ന സമയത്ത് ഭഗവാനെ കുറൂരമ്മയുടെ അടുത്ത് ചെന്നിരുന്ന പോലെ ശ്രീരാമചന്ദ്ര ജടായുവിന്റെ അടുത്ത് ചെന്നിരുന്ന മരിപ്പിച്ചതുപോലെ എൻ്റെ ദേഹത്തിലേക്ക് ദേഹിമേ പരമേശ്വരം, ഈ ദേഹിയെ ഈ ആത്മാവിനെ പരമേശ്വരനിലേക്ക് ചേർക്കേണമേ എന്നാ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ എന്തൊക്കെയാ പ്രാർത്ഥിക്കണേ അല്ലേ? പൊട്ടത്തരാന്ന് മനസ്സിലായില്ലേ? ഈ ജീവിതം മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. രാമായണത്തിൽ വായിച്ചില്ലേ? മായയിൽ ഇങ്ങനെ മുങ്ങിപ്പൊങ്ങിയിട്ടേ കുട്ടി ഇങ്ങനെ ജനിക്കാറാവുമ്പോ 9ാം മാസത്തിൽ പ്രാർത്ഥിക്കൂത്രേ. ആ സമ്പാദിവാക്യത്തിൽ വായിച്ചില്ലേ? വിഷ്ണു സ്മരണവും
ചെയ്തു കൊണ്ടീല ഞാൻ കൃഷ്ണ കൃഷ്ണേതി ജപിച്ചീലൊരിക്കലും. ഹേ കൃഷ്ണ, ഞാൻ എത്രയോ ജന്മങ്ങൾ ജനിച്ചു, മനുഷ്യനായി തന്നെ ജനിച്ചു സുഹൃതം കൊണ്ട്. പക്ഷേ അങ്ങയെ സ്മരിക്കാൻ എനിക്ക് തോന്നിയില്ലാലോ, അങ്ങയുടെ നാമം ഞാൻ ചൊല്ലിയില്ലാലോ. അതുകൊണ്ട് ഭഗവാനെ ഇനി മായയിൽ മുക്കരുതേ. എന്നിട്ട് ജനിച്ചിങ്ങോട്ട് വന്നാലോ പിന്നാകെ മായയിലായി പോയി. അതാ പറയുന്നത്, മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. രാമായണം എത്ര ലളിതമായിട്ടാണ് നമുക്ക് പറഞ്ഞു തരണേ നോക്കൂ. എന്നാലും നമ്മളതങ്ങനെ വായിച്ചു പോവും. ഇതിങ്ങോട്ട് തുറക്കില്ല നമ്മുടെ കണ്ണ്. ഇനി നിങ്ങൾ രാമായണം വായിച്ചു, ഇങ്ങനെ ഓരോ ഭാഗം വരുമ്പോൾ അർച്ചന നടത്തുക. 6 കാണ്ഡവും നിങ്ങൾ സമർപ്പിക്കുമ്പോൾ, ഇപ്പോൾ ബാലകാന്ഡം സമാപ്തം വായിക്കില്ലേ, ഉദ്ദേത്യാത്മാരാമായണി, ഉമാമഹേശ്വര സംവാദി, അപ്പോഴും മഹാദേവന. അപ്പോൾ വീണ്ടും ഹരേ രാമ ചൊല്ലിയിട്ട് പൂക്കൾ സമർപ്പിക്കുക. ഇങ്ങനെ വേണം. അവസാനം നിങ്ങൾ ആ അഭിഷേകം കഴിഞ്ഞു എന്നാണല്ലോ നമ്മുടെ വിചാരം. ഫലശ്രുതിയും വായിക്കൂ അല്ലേ. അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മൃത്യു ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും നല്ലതാന്നാ പറയുന്നത്. അപ്പോൾ മൃത്യു വേണ്ടേ, മരണം ഇല്ലെങ്കിൽ കുടുങ്ങിയില്ലേ. അപ്പോൾ എല്ലാവരും വയസ്സനായിട്ട് ഇങ്ങനെ നിരങ്ങിയിരിക്കും. നമുക്ക് ചെറുപ്പത്തിലൊരു കഥ പഠിക്കാണ്ടായിരുന്നു, കാലനില്ലാത്ത കാലം. കാലനില്ലെങ്കിൽ ബുദ്ധിമുട്ടാ. അപ്പോൾ മൃത്യുവിൽ നിന്നും രക്ഷപ്പെടണം എന്ന് പറയാൻ എന്താ കാരണം? മൃത്യോർമ്മ അമൃതംഗമയ. മനുഷ്യന്മാർ ചിന്തിക്കുക, എന്താ ഇങ്ങനെ ജനിച്ച് കുറെ ജീവിച്ച് മരിച്ചു പോയിട്ട് എന്തിനാ ഇപ്പൊ ഇങ്ങനെ ജന്മം കിട്ടണേ എന്നുള്ളത്. അപ്പോ അതാ ചിന്ത മനസ്സിൽ വന്നപ്പോഴാ ഈശ്വരന്മാര് മാമുനികൾ ചിന്തിച്ച് തപസ്സിലൂടെ ധ്യാനത്തിലൂടെ എന്ത് ചെയ്തത്? ഈ സത്യം അറിഞ്ഞത്. ആ അറിഞ്ഞ സത്യം അവരെന്ത് ചെയ്തു? മറ്റുള്ളവരോട് വിളിച്ചു പറഞ്ഞു. അതാണ് നമ്മുടെ വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം ഗ്രന്ഥങ്ങളിലൂടെ പോകാൻ. സമർപ്പിക്കുന്നതിന് മുമ്പ് ഉത്തര രാമായണം കൂടി വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അവസാനം ബ്രഹ്മാവിന്റെ സ്തുതി എടുക്കുക. ഭാഗവതത്തിൽ സംഗ്രഹം വായിക്കില്ലേ, അവസാനം വരെ 2 അധ്യായം. അതുപോലെയാണ് രാമായണത്തിലെ ബ്രഹ്മാവിന്റെ സ്തുതി. പൂർണ്ണമായിട്ടും രാമായണം വായിച്ച ഫല അത് വായിച്ച. അതാ ഒരുപാട് സ്തുതികൾ അവസാനം വരുന്നുണ്ട്. അത് വായിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ. ഭഗവാൻ എന്നും ഇവിടെ അങ്ങനെ ഇരുന്നാ മതിയോ? ജനിച്ചാൽ മരണം ഉറപ്പാ, അവതരിച്ചാൽ സ്വർഗാരോഹണം ഉറപ്പാ. ഭഗവാൻ സരയൂവിലിറങ്ങി ആ സ്വർഗാരോഹണം ചെയ്യുന്ന ഭാഗം അങ്ങോട്ട് വായിച്ചിട്ട് അങ്ങോട്ട് സമർപ്പിക്കുക. അപ്പൊ ഒരു സുഖല്ലേ? അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പൂക്കളൊക്കെ അർച്ചിച്ച് ഹരിരാമയൊക്കെ ചൊല്ലി വഹിക്കുമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഒരു രാമ 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 ആ ഒരു ജപം കൂടിയും കഴിഞ്ഞിട്ട് അങ്ങോട്ട് സമർപ്പിക്കുക. അപ്പൊ ഒരു സുഖം കിട്ടും. ഇങ്ങനെയൊക്കെ കുറെ ചിട്ടകളുണ്ട്. നമ്മളെല്ലാവർക്കും സമ്പൂർണ്ണം നടത്തണല്ലേ, ഞങ്ങളും നടത്തി ടീച്ചറെ അല്ലേ. ചെയ്യുന്നതിന് പുണ്യമില്ല എന്നല്ല കേട്ടോ, പക്ഷെ ഒന്ന് ശരിക്കും അറിഞ്ഞ് ആരാധിക്കുമ്പോൾ അതിന് കിട്ടുന്ന ആ മനസ്സിന്റെ ഒരു സുഖം ഉണ്ടല്ലോ. ചിലർ പറഞ്ഞു എന്തൊരു സുഖമായി ഇപ്പൊ മോതിരം പറ്റയിലൊക്കെ സമർപ്പിച്ചപ്പോ. മഹാദേവനാ അവിടെയും ആ കറക്റ്റ് ഞങ്ങൾ ആ സമർപ്പിക്കുമ്പോൾ തിരുനട അങ്ങോട്ട് തുറക്കുക. ഇത് കഴിഞ്ഞിട്ട് ഇതേപോലെ ആ വിളക്കും കർപ്പൂരം ഒക്കെ അങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രഹ്മാവിന്റെ നിങ്ങൾ ഇതൊക്കെ നേദ്യമൊക്കെ സമർപ്പിച്ചുവോ? അത് കഴിഞ്ഞിട്ട് രാവിലെ തിരുമേനിയെ ഏൽപ്പിക്കുക. വൈകുന്നേരം ഞങ്ങൾക്ക് ഒരു ചെറിയ ഉരുളിയിൽ ഇത്തിരി അവലും മലരും ഒരു പഴവും വെച്ചാൽ മതി. നേദ്യമായി ഒരു നേദ്യം വേണം. അങ്ങനെ ചെയ്യുമ്പോൾ സന്ധ്യയ്ക്ക് ഒരു ഇത് സമർപ്പിക്കുമ്പോൾ തിരുമേനി ആ നട തുറന്നതിന് ശേഷം വന്നിട്ട് ഒരു നേദ്യം സമർപ്പണം ഉണ്ട് പറഞ്ഞാൽ തിരുമേനി പലകയൊക്കെ എടുത്തും കൊണ്ട് ഈ വിളക്കും ഇതൊക്കെ ആയിട്ട് വരും. എന്നിട്ട് നേദ്യം നമുക്ക് വേണ്ടിയിട്ട് അവിടെ വന്ന് സമർപ്പിച്ച് തരും. അതൊക്കെ എന്തൊരു സുഖ. അപ്പോഴാണ് ആ ബ്രഹ്മാവിന്റെ സ്തുതി ഞങ്ങൾ അങ്ങോട്ട് സമർപ്പിച്ചത്. ആ ടൈമിംഗ് ഒക്കെ എങ്ങനെയാ അങ്ങനെ വന്നതെന്ന് ഇങ്ങനെ വിചാരിച്ചു. സത്യത്തിൽ അത്രയൊന്നും പ്രീ പ്ലാൻഡ് ആയിരുന്നില്ല ഞാൻ. അതാരാ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്? സർവാന്തര്യാമിയായ മഹാദേവൻ നമ്മളെ കൊണ്ട് അതങ്ങനെ ചെയ്യിപ്പിക്കും. അത് മനസ്സിലാക്കുക, അറിഞ്ഞാരാധിക്കുക. ആ രാമായണത്തിലൂടെ അങ്ങനെ പോകുമ്പോൾ നമുക്ക് തോന്നുന്നത് വെറും കഥയാണ്. കുട്ടികളൊക്കെ വായിച്ചു പോകുമ്പോൾ വരികൾക്കിടയിലുള്ള വരികളാ പറഞ്ഞു കൊടുക്കണ്ടേ. തത്വങ്ങളാ, നിറയെ തത്വങ്ങളാണ്. ആദ്യം തന്നെ എന്താ കാണിക്കണേ? ദശരഥൻ എന്താ ചെയ്തേ? ദശരഥൻ എന്താ തളർന്നു വീഴാൻ കാരണം? കൈകേയി സൗന്ദര്യത്തിന്റെ പിറകെ പോയി. പാറ്റ വിളക്കിന്റെ സൗന്ദര്യത്തിൽ കണ്ടിട്ട് അതിൽ വീണ് അതിന്റെ ജീവൻ കളയുന്നില്ലേ? ദശരഥൻ ഭാര്യാധർമ്മം അനുഷ്ഠിച്ചു. വരം കൊടുക്കാന്ന് പറഞ്ഞത് കൊടുത്തു. എന്താ ചെയ്തത് ശ്രീരാമചന്ദ്രൻ? അത് കേട്ടപ്പോ തളർന്നു വീണോ? ഇല്ല. വിശ്വാമിത്രന്റെ സത്സംഗം, ആ ക്ലാസ് ആണ്. വിശ്വാമിത്രൻ കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ കൊടുത്ത ക്ലാസ്, ആ സത്സംഗത്തിന്റെ മഹിമ. നിങ്ങൾ ഒരുപാട് ഗ്രന്ഥങ്ങളിലൂടെ പോയാൽ നിങ്ങളുടെ മനസ്സിന് നല്ല ശക്തി കിട്ടും. എങ്ങനെയാണോ ഝാൻസി റാണി പീരങ്കിപ്പടയുള്ള വെറും
വാളേ ഉള്ളൂ നമ്മുടെ കയ്യിൽ, ഇന്ത്യക്കാരുടെ കയ്യിൽ. ആ തോക്കിന്റെ മുന്നിൽ നിന്ന് യുദ്ധം ചെയ്തത് ഗീത പഠിച്ചതിന്റെ ശക്തിയാ. ആ വെട്ടുകൊണ്ട് വീഴുമ്പോ ചൊല്ലിത്രേ, നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം യാഭൂ നശോഷയതി മാരുത. ഇതിങ്ങനെ ചൊല്ലാൻ ആ സമയത്ത് വെട്ടുകൊണ്ട് വീഴുമ്പോ നമുക്ക് കഴിയുമോ? എൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് മുറിക്കാനാവില്ല, കാറ്റിനതിനെ ഉണക്കാനാവില്ല, വെള്ളത്തിനതിനെ നനയ്ക്കാനാവില്ല, ആത്മാവിന് മരണമില്ല. എത്ര സ്ഥലത്താ രാമായണത്തിൽ പറയുന്നത് ആത്മാവിനെ കുറിച്ച്? നമ്മൾ ആത്മാവല താരോപദേശം 3 ഉപദേശ രാമായണത്തിൽ. താരയ്ക്ക് എന്താ ഉപദേശം കൊടുത്ത്? ഈ ശരീരം നശിച്ചു പോകും താരെ, നീ ഭർത്താവ് ബാലി മരിച്ചതിൽ ദുഃഖിക്കണ്ട എന്ന് ഉപദേശം കൊടുക്കുന്നുണ്ട് ശ്രീരാമചന്ദ്രൻ. ലക്ഷ്മണോപദേശത്തിൽ എന്താ പറയുന്നത്? ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു. ഈ ദേഹത്തിൽ നിങ്ങൾ അഹങ്കരിക്കണ്ട. ദേഹം എന്തായി പോകുന്ന പറയണേ? ഒന്നുകിൽ ഇത് മരിച്ചു കഴിഞ്ഞാ ഈ പാഴ്സികളൊക്കെ വലിയൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ കൊണ്ട് കിടത്തൂത്രേ, കഴുകൻ കൊത്തി വലിക്കണത്ര, എന്നാലത്ര മോക്ഷം കിട്ടുക അവരുടെ മതപ്രകാരം. അപ്പോൾ നമ്മളാണെങ്കിലും ഇപ്പോൾ എവിടെയെങ്കിലും കിടന്നിപ്പോൾ വയനാടൊക്കെ ദുരന്തം, എല്ലാവരെയും കിട്ടിയില്ല, ഏതെങ്കിലും ജീവികൾ കൊത്തി തിന്നു പോവും. ഇനി അഥവാ നമ്മളെ മറ ഇതൊന്നും കൂട്ടിക്കോളൂ, പണ്ടത്തെ ഒരു സംസ്കാരം. അപ്പം എന്താ? മണ്ണിനു കീഴായി കൃമികളായി പോയിടാം, കൃമികൾ തിന്നു പോവും. ഇനി അതും അല്ലെങ്കിലോ ഭസ്മാന്തം ശരീരം. ശരിക്കും ഹൈന്ദവന്റെ സംസ്കാരം അതാ. കാരണം ഹൈന്ദവൻ ഒരിക്കലും ഏക്കറക്കണക്കിന് സ്ഥലം ചുടലപ്പറമ്പാക്കി ഇടുന്നില്ല. എന്തിനാ ശവപ്പറമ്പുകള്? നമ്മളെ സയൻസിൽ എന്താ പഠിപ്പിക്കുന്നത്? ഭൂമി കുറച്ച് ഭാഗമേ ഉള്ളൂ കേട്ടോ, വെള്ളമാണ് കൂടുതൽ. ഭൂമി കുറഞ്ഞു വരല്ലേ, മനുഷ്യൻ പെരുകി വരല്ലേ. ഹൈന്ദവന്റെ സംസ്കാരം നോക്കൂ. അവൻ ആ ചിതയിൽ അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചാൽ ആ ചിത വെച്ച സ്ഥലം പോലും കൃഷിഭൂമിയാക്കി മാറ്റും, നവധാന്യങ്ങൾ വിതയ്ക്കും, വാഴ വയ്ക്കും, അല്ലേ? അതാണ് ഹൈന്ദവന്റെ സംസ്കാരം. അത്രയും ഉന്നതമായ ആ സംസ്കാരത്തിൽ നമ്മൾ ഹൈന്ദവനായി വന്ന് ജനിച്ചിട്ട് ഇതൊന്നും അറിയാതിരുന്ന അത് നഷ്ടല്ലേ എന്നാ ഗ്രന്ഥങ്ങൾ പറയുന്നത്. ഇനി ദശരഥൻ തളർന്നു വീണു. എന്തുകൊണ്ടാണെന്നറിയോ? ഭാര്യാധർമ്മേ പാലിച്ചുള്ളൂ. രാജധർമ്മമാണ് ചക്രവർത്തി ദശരഥൻ പാലിക്കേണ്ടത്, അത് ചെയ്തില്ല, സത്യവിരോധം പേടിച്ചിട്ട്. മറ്റൊരു തത്വം, നിങ്ങൾ കുട്ടി ചോദിക്കുമ്പോൾ 2 എണ്ണം വേണമെന്ന് പറയില്ലേ? ആ സ്വഭാവ കല്യാണം കഴിക്കുമ്പോഴും അങ്ങനെ പറഞ്ഞാൽ കുടുങ്ങിയില്ലേ നമ്മൾ? ഒരു വരേ കൊടുക്കാവൂന്നാ, ഒരു സന്തോഷം, ഒരു വിരലല്ലേ വെച്ചുള്ളൂ അല്ലേ? കീലരന്ധ്രത്തിൽ എന്തിനാന്നിട്ട് 2 വരം തരാന്ന് പറഞ്ഞ് സന്തോഷം മുറ്റി നിൽക്കുന്ന സമയത്ത് വാഗ്ദാനങ്ങൾ കൊടുക്കരുത് എന്ന തത്വം നമ്മളെ പഠിപ്പിക്കുക. മറ്റൊന്ന്, ഒരു കാര്യം നമ്മൾ പിന്നേക്ക് മാറ്റി വെക്കരുത്. വാഗ്ദാനം കൊടുത്തു, ആ പിന്നെ വാങ്ങിക്കോളാം പോക്കറ്റിൽ ഇട്ടോ അല്ലേ, അതുമാതിരിയാണ്. അവിടെ വെച്ചോളൂ, ഞാൻ പിന്നെ വാങ്ങാന്ന് പറഞ്ഞു. കൊടുക്കാനുള്ളത് അപ്പപ്പ കൊടുത്ത് തീർക്കുക. കടങ്ങളും കടപ്പാടുകളും വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾ പറയില്ലേ നേർച്ചക്കടം പെട്ടെന്ന് വീട്ടണമെന്ന്, അല്ലെങ്കിൽ സ്വപ്നത്തിലൊക്കെ വരും ഉത്തരകൃഷ്ണൻ. അപ്പോൾ അത് കൊടുക്കാതെ പിന്നെ വാങ്ങാന്ന് വെച്ച് എടുത്തു വെച്ചു. അതതിൻ്റെ മുമ്പേ കൊടുക്കായിരുന്നു. നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് ഇപ്പം ചെയ്യുക, നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യാന്നുള്ള പാഠം. ഇത്രയും തത്വങ്ങൾ ദശരഥനിലൂടെ നമ്മളെ പഠിപ്പിക്കുക രാമായണം. ഇനി രാമന് സത്സംഗം ഉള്ളത് കൊണ്ട്, ആ ഒരു വിശ്വാമിത്രന്റെ ക്ലാസ് കിട്ടിയത് കൊണ്ട് എന്താ ചെയ്തേ? ഇവിടെ വന്നിട്ട് അച്ഛനത് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് ഒരാൾ ദേഷ്യപ്പെടുമ്പോ, ഇപ്പൊ ലക്ഷ്മണൻ ദേഷ്യപ്പെട്ടൂലേ, ഇപ്പൊ ഞാൻ അച്ഛനെ വധിച്ചിട്ട് രാജാവാക്കാന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ചെയ്തേന്നോ? ചേർത്തൊന്ന് അങ്ങോട്ട് ആശ്ലേഷിച്ചു. എന്നിട്ട് ലക്ഷ്മണനോട് പറയാ, ദേഷ്യപ്പെടണ്ട എന്ന് പറഞ്ഞ് ചിരിച്ചു മന്ദസ്മിതത്തോടു കൂടി. ദേഷ്യപ്പെടുന്ന ആളോട് നമ്മളും ദേഷ്യപ്പെട്ട അവിടെ അടി ഉണ്ടാവില്ലേ? ദേഷ്യപ്പെട്ടിട്ട് കുട്ടി, ഭർത്താവ്, ഭാര്യയൊക്കെ സംസാരിക്കുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന ആള് ചിരിച്ച് തള്ളിക്കൊണ്ട് അതിനെ കൊണ്ട് സംസാരിക്കുക. ആ ഒരു പാഠം ശ്രീരാമചന്ദ്രൻ നമ്മളെ പഠിപ്പിക്കുക. പലരും ചൂടാകുന്നുണ്ട്. ഭരതനോട് എന്താ പറഞ്ഞത്? ഭരതൻ വാശി പിടിച്ചു, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, അല്ലെങ്കിൽ ഞാൻ ദേഹത്യാഗം ചെയ്യും, അങ്ങോട്ട് പോരൂ. അപ്പോഴും പറഞ്ഞു, വേണമെങ്കിൽ ക്ഷത്രിയന്റെ കുലധർമ്മ മൂത്ത മകന് രാജാവാകാമായിരുന്നു. ഭഗവാൻ സത്യസന്ധനായിരുന്നു. സത്യം പരം ധീമഹി എന്ന് ഭാഗവതത്തിൽ പറയുന്ന അതേ കാര്യം രാമായണം പറയുക. സത്യവിരോധം വരാതിരിക്കാൻ സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ശ്രീരാമചന്ദ്രൻ 14 വർഷം കാട്ടിൽ എന്നെ താമസിക്കുക. ഭരതനോട് പറയാ, നീ പോയിക്കോ, ഇവിടെ നിൽക്കേണ്ട, രാജ്യം നീ നോക്കിക്കോ, അച്ഛൻ നിന്നോടാ രാജ്യം ഭരിക്കാൻ പറഞ്ഞ്. അപ്പൊ എന്താ പറഞ്ഞ്? അപ്പൊ അതുങ്ങൾ ഇങ്ങോട്ട് തന്നോളൂന്ന്. അല്ലെങ്കിലേ കാട്ടിൽ കല്ലും ഉള്ളു. അപ്പൊ പിന്നെ ആ കാലുമത്തെ മതിയുടെയും കൂടി വാങ്ങിക്കൊണ്ട് അദ്ദേഹമാണ് പോവുകയുണ്ടായത്. സന്യാസിയെ പോലെ, കൂടൽമാണിക്യത്തിൽ ആ രൂപത്തിലാണത്രേ സന്യാസിയെ പോലെ. ഈ 4 ക്ഷേത്രങ്ങളും നിങ്ങൾ നാലമ്പലം പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഏറ്റവും വലിയ ബലിക്കല്ലും പ്രതിഷ്ഠയും ശ്രീരാമസ്വാമിയ, പിന്നെ ഭരതൻ, പിന്നെ ലക്ഷ്മണൻ, പിന്നെ ശത്രുഘ്നൻ. ഏറ്റവും ചെറിയ അമ്പലം, പക്ഷെ നല്ല ശോഭയുണ്ട്. പ്രാവശ്യം ചെന്നപ്പോൾ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ആ ഏട്ടനനുജന്മാരുടെ ആ രൂപം, അത് അതേപോലെ വെച്ചിരിക്കുന്നു. ഇതൊക്കെ നമ്മളങ്ങനെ ശ്രദ്ധിക്കണം. നമ്മൾ ആ കാഴ്ചകൾ പലരതും പലതരത്തിലാണ്. അതുകൊണ്ട്
ഈ തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കി ജീവിക്കുക, നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അല്ലാതെ വെറുതെ ഇപ്പം രാമായണവും മഹാഭാരതവും ഒക്കെ കഥ ഇങ്ങനെ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അതിലെ തത്വം എന്താണ്, എങ്ങനെ നമ്മൾ ജീവിക്കണം, ധർമ്മത്തിൽ, അതായത് പുരുഷാർത്ഥങ്ങൾ നേടണം. എന്താ പുരുഷാർത്ഥം? ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ. ധർമ്മത്തിൽ അടിസ്ഥാനം ഉറച്ചു നിന്നുകൊണ്ട് എങ്ങനെ അർത്ഥം സമ്പാദിക്കാം, അതിലൂടെ കാമം എങ്ങനെ ആഗ്രഹങ്ങൾ നേടാം, എങ്ങനെ മോക്ഷം. ഈ മോക്ഷം മാത്രം നമ്മൾ ചിന്തിക്കില്ല, ബാക്കിയൊക്കെ നമ്മൾ നേടുന്നുണ്ട്. മോക്ഷം എങ്ങനെയാ? മോക്ഷം എന്ന് പറഞ്ഞ എല്ലാത്തിനും ഒരു വിടുതി ഉണ്ടാകുന്നതാ. നമുക്ക് മോക്ഷം കിട്ടണം ഇതിൽ നിന്ന്, എല്ലാ വേദനകളിൽ നിന്നും. ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നിരുന്നു, 1 മണിക്കൂർ കേട്ടൂലേ, എല്ലാ ചിന്തകളും നിങ്ങൾ വിട്ടില്ലേ? നിങ്ങൾക്ക് കാലുവേദനയോ കൈവേദനയോ തോന്നിയോ? അങ്ങനെ ഒരനുഭവത്തിലേക്ക് നിങ്ങൾ അങ്ങോട്ട് ഉയരണം. അതിനാണ് സത്സംഗങ്ങൾ. ഭഗവാൻ എന്താ പറയണേ? ഭക്തി ഉണ്ടാവാ എന്താ ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട് 2ാമത്തെ ലക്ഷ്മണോപദേശത്തില് ലക്ഷ്മണൻ. അപ്പൊ പറയാ ഭക്തി ഉണ്ടാവാൻ എന്ത് ചെയ്താൽ മതിയെന്നോ? മൽകഥാശ്രവണം മൽഗുണേരണം. എന്റെ കഥകൾ അങ്ങനെ കേൾക്കുക, എന്റെ ഗുണങ്ങളെ കീർത്തിക്കുക, ഏകാദശി നോൽക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്താൽ ഭക്തി ഉണ്ടാവും, അല്ലാതെ ഭക്തി ഉണ്ടാവില്ല. ഇനി ഒരു വിരാധൻ എന്ന് പറഞ്ഞൊരു വധം നിങ്ങൾ വായിച്ചില്ലേ? വിരാധൻ ഒരു വിദ്യാധരനായിരുന്നു എന്ന് അതിൽ പറയുന്നുണ്ട്. രാക്ഷസ വേഷത്തിൽ വന്നു. എന്നിട്ട് ഈ വിരാധനെ വധിച്ചു കഴിഞ്ഞപ്പോൾ വിദ്യാധരനായി വന്നിട്ട് ഒരു സ്തുതിയുണ്ട്. ആ സ്തുതികൾ വായിക്കാൻ വല്ലാത്തൊരു സുഖ. അപ്പൊ എന്താ പറയുന്നതെന്നറിയോ? വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം, പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം, ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം, നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം, ഉത്തമാംഗേന നമസ്കരിക്കായി വരേണം, ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ. നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു, നമസ്തേ രാമ രാമ. ഇതിങ്ങനെ കേൾക്കുമ്പോ ഒരു സുഖല്ലേ? രാമായണം അങ്ങനെ ഇരുന്ന് കേൾക്കുക, ഈ രാഞ്ചിരി മഴ ഇങ്ങനെ പെയ്യുമ്പോ അല്ലെ. അപ്പോ എന്താ പറഞ്ഞത്? വാണികൾ കൊണ്ടു നാമകീർത്തനം. ഹേ ശ്രീരാമചന്ദ്ര, എനിക്ക് ഈ നാവ് കിട്ടിയിരിക്കുന്നത് നാമസങ്കീർത്തനം ചെയ്യാനാ, അങ്ങയുടെ നാമം ചൊല്ലാൻ തോന്നിപ്പിക്കണേ. രാമായണം ആദ്യം തന്നെ പറയുന്നു നാണമാകുന്നു തഥാ അതിനെന്താവതിപ്പോൾ. അതാ നമുക്കും പ്രശ്നം, നാണായിട്ട് വയ്യ. പക്ഷെ നിങ്ങൾ ആ സന്ധ്യക്ക് കഴിഞ്ഞ തവണ വന്നപ്പോൾ അത്ര ശക്തി ഇല്ല തോന്നി, ആള് കുറഞ്ഞിട്ടാണാവോ. ആ പഞ്ചാക്ഷരി മന്ത്രം, മഹാദേവന്റെ ക്ഷേത്രല്ലേ, എന്താ പഞ്ചാക്ഷരി? ഓം നമ ശിവായ. ഏത് ഗ്രന്ഥത്തിലാ അത് ചോദിച്ചാൽ അറിയില്ല അല്ലെ? വേദമന്ത്രാത് യജുർവേദത്തിലെ ശ്രീ രുദ്രചക്രം സ്തോത്രത്തിലാണ് നമശിവായ എന്ന് പഞ്ചാക്ഷരി മന്ത്രം വരുന്നത്. ഏറ്റവും വലിയ മഹാമന്ത്രാണ് മഹാദേവന്റെ. അപ്പൊ പിന്നെ എന്തേ ചെയ്യണ്ടുള്ളൂ? ഇവിടെ വന്നിട്ട് ആ മന്ത്രം, മൂലമന്ത്രം ജപിച്ചുകൊണ്ട് വേണം പ്രദക്ഷിണം ചെയ്യാന്ന്. അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക. നാമജപം മാത്രം മതി കലികാലത്തിൽ മോക്ഷം കിട്ടാനേ. അപ്പോ എന്താ ചെയ്യണ്ടേ? എൻ്റെ നാവുകൾ കൊണ്ട് എനിക്ക് നാമം ചൊല്ലാൻ തോന്നിപ്പിക്കണമേ, എൻ്റെ കാലുകൾ കൊണ്ട് അങ്ങയുടെ ക്ഷേത്രങ്ങൾ പ്രദക്ഷിണം ചെയ്യാൻ തോന്നിപ്പിക്കണമേ, ശ്രോത്രങ്ങൾ കൊണ്ട് കഥാശ്രവണം, ഈ കഥ ഇങ്ങനെ കേൾക്കുക പറയാ, അതിന് തോന്നിപ്പിക്കണമേ മഹാദേവ. പിന്നെന്താ പറയുന്നത്? ഉത്തമാംഗേന. ഇതാണ് ഏറ്റവും പ്രശ്നം. ഇതിൻ്റെ ഉള്ളിലല്ല ഇരിക്കണേ. നമസ്കരിക്കാൻ തോന്നുക, നമസ്കരിക്കാൻ മടിയപ്പത്തെ കുട്ടികൾക്ക് അല്ലേ. ഇതൊക്കെ രാമായണം നമ്മളോട് പറയാ. ഇതിപ്പോ ഒരു വിദ്യാധരന് വേണ്ടിയിട്ടാണോ? നമുക്ക് വേണ്ടിയിട്ടാ ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ഇതെന്ത് ചെയ്യണം? ഹൗ ടു അപ്ലൈ ഇൻ അവർ ഡേ ടു ഡേ ലൈഫ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യേണ്ടത്, അതിനു വേണ്ടിയിട്ട്. അതായത് ഇതിങ്ങനെ കേൾക്കുക, മനസ്സിലാക്കുക, അതിനപ്പുറം എന്ത് ചെയ്യണം? ദൈനംദിന ജീവിതത്തിൽ ഇത് എങ്ങനെ പ്രയോഗിക്കാം, ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് എങ്ങനെ ആത്മാനുഭൂതി അനുഭവിക്കാം എന്നാണ് രാമായണം പറയുന്നത്. ഈ രാമമന്ത്രം ഇങ്ങനെ ചൊല്ലുമ്പോൾ, രാമായണം വായിക്കുമ്പോൾ നിങ്ങൾക്ക് നിർത്തണ്ട തോന്നില്ലേ? അടുത്ത ആളിങ്ങനെ വായിക്കാൻ മുട്ടി നിൽക്കാവൂലേ? അപ്പൊ നമുക്ക് തോന്നുക ഈ നിർത്തണ്ട, ഹെഡിങ് വായിക്കാതെ അറിയാതെ അടുത്ത പോർഷനിക്കാണ് പൂവും ചിലര്. അതൊക്കെ ഞാൻ കാണുന്നതാ. അപ്പം വായിച്ചാൽ നിർത്താൻ തോന്നാത്തൊരു ഗ്രന്ഥ രാമായണം അല്ലേ. ചിലവരോട് ഞാൻ പറയും, നിങ്ങളേ 1 മണിക്കൂറൊന്നും വായിക്കല്ലേ കേട്ടോ, ഇത് ഒരാവർത്തി തീരും ചെയ്യും, രണ്ടാമത്തത് തീരൂല്ല എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. 17 പേജേ വായിക്കാവൂ, അല്ലെങ്കിൽ ഇത് തീർന്നു പോവും. 3/4 ഭാഗം വായിച്ചു വെച്ച് നിർത്തിയ മോശമല്ലേ? സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കണ്ടേ 32ാമത്തെ ദിവസം. ചില അമ്പലങ്ങളിൽ കുറച്ചധികം ആൾക്കാരുണ്ട്, അപ്പോൾ 3 ആവർത്തിയൊക്കെ ചെയ്യും, 3ാമത്തെ ആവർത്തി സമർപ്പിക്കും. അതാണ് ഓരോരുത്തരും ഓരോ മാതിരിയാ. ചിലരെന്താ, നമ്മൾ ആലക്കൽ അമ്പലത്തിൽ പല മാതിരിയാണ് വായിച്ചു പോണത്. കുറ്റം പറയുന്നതല്ല, അത് ഒരു ആചാര്യൻ നമ്മളതിനെ പറഞ്ഞ് അത് ചെയ്യിപ്പിക്കണം. അതില്ലാതെ പല ഭാഗത്തുനിന്നും വന്ന് വായിക്കണു, ഒരു മയിൽപ്പീലി വെച്ച് പോകണു, അടുത്ത ആൾ
വരുന്നു, വേറെ എവിടെയൊക്കെയോ വായിക്കുന്നു. അങ്ങനെയല്ല, ഇതിനൊക്കെ ഓരോ ചിട്ടകളുണ്ട്. ഒരു പ്രാവശ്യം വായിച്ച് സമർപ്പിക്കുക വെച്ചാൽ അത് ഒരു പ്രാവശ്യം തന്നെ ഡിവൈഡ് ചെയ്ത് വായിക്കുക. ഇവിടെ നിങ്ങൾ ദിവസേന വായിക്കാറില്ലേ? അങ്ങനെയൊക്കെ ഒരു ചിട്ട വെച്ചിട്ടല്ലേ ചെയ്യാറുള്ളത്. എന്തും നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാനുള്ളതല്ല. ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വളച്ചൊടിക്കരുത്. കഥകളെയോ കഥാപാത്രങ്ങളെയോ എന്ന് നമ്മൾ രാമായണത്തിൽ നിന്ന് മനസ്സിലാക്കണം. ഇനി ഇതൊക്കെ ഇങ്ങനെയൊക്കെ കേട്ടാലും പിന്നീടും ഇങ്ങനെ വരുമ്പോൾ ഓരോ കാര്യങ്ങൾ നോക്കൂ. ഇനി മാരീചനോട് പറയുന്നത് എന്താ? മാരീചൻ ഒരുപാട് തവണ പറഞ്ഞു, അതിന് മെനക്കെടണ്ട, ഒരു പ്രാവശ്യം ഞാൻ രാമബാണത്തിന്റെ വില അറിഞ്ഞതാ, കേട്ടില്ല, പോയി കൊണ്ടുവരാൻ പറഞ്ഞു. മാരീചൻ വധിക്കപ്പെട്ടു ഇല്ലേ? രാമബാണങ്ങൾ കൊണ്ട് വീണപ്പോ ശ്രീരാമചന്ദ്രന്റെ ശബ്ദത്തിലാ കരഞ്ഞത്. അതും അവിടെ അങ്ങനെ തന്നെ അവസാനിക്കും. ഭഗവാൻ എല്ലാവർക്കും മോക്ഷ കൊടുത്ത് കൃഷ്ണനും രാമനും ആദ്യം വധിക്കുന്നത് ആരെയാ? സ്ത്രീകളെയാ. സ്ത്രീ വധം ചെയ്താൽ അത് ബ്രഹ്മഹത്യാ പാപ, ചെയ്യരുത് എന്നാ പറയാ. പക്ഷെ വിശ്വാമിത്രൻ ഉപദേശിച്ചു കൊടുക്കുക, ഇത് ദുഷ്ടയാണ്. എന്താ പറഞ്ഞത്? കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി വാണിടും ദേശമല്ലോ, അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല. അവളെ പേടിച്ച് ആരും നേർവഴിക്ക് നടക്കുന്നു പോലും ഇല്ല, വധിച്ചോളൂ എന്ന് പറയാ. അതാണ് ദുഷ്ടത്തികളെ വധിക്കുക തന്നെ വേണം. എല്ലാവരെയും ഒരുപോലെ ചേർത്ത് വെക്കരുത്. നമ്മൾ എന്താ ചെയ്യാന്ന് എല്ലാവരും പ്രാരാബ്ദം വലിച്ച് നമ്മളെ തലയിൽ വെക്കൂലേ? അമ്പലത്തേക്ക് വന്നാലും ഒന്ന് അങ്ങോട്ട് ചോദിച്ച് ഇങ്ങോട്ട് ചോദിച്ച് ഒറ്റയ്ക്ക് വരാത്ര ഏറ്റവും സുഖി. ഇവിടെ വന്ന് നിങ്ങൾ സന്ധ്യയ്ക്കൊക്കെ അങ്ങനെ പ്രദക്ഷിണം വെക്കുമ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ ആ ഭഗവാന്റെ ഒരു അനാഹത ശബ്ദം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന, കുറച്ചങ്ങോട്ട് എത്തണം കേട്ടോ, എങ്കിലേ അതൊക്കെ സാധിക്കൂ. ഒറ്റയ്ക്ക് വന്നാൽ എന്താ, നമ്മൾ നാമം ജപിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യും. രണ്ടാളായാലോ, പണ്ടൊരു സ്ത്രീ വിരുന്നുകാർ വന്നപ്പോൾ വള ഇട്ട് ഇത് കുത്തിയ കഥയില്ലേ, അവര് കൊടുക്കാന്ന് വിചാരിച്ചു അത്രേ. വള ഇങ്ങനെ ഇട്ടപ്പോൾ ഇവരിത് അറിയാൻ പാടില്ലല്ലോ, അവസാനം എല്ലാം ഓരോ വള ഇട്ടപ്പോൾ ശബ്ദമില്ലാതെ അവലിടിച്ചു. അങ്ങനെ ഒരു കഥ വരുന്നുണ്ട്, ഭാഗവതം പറയുമ്പോൾ പറയും. അപ്പൊ എന്താ, ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ നമുക്ക് ഏകാഗ്രത ഉണ്ടാവും. നമ്മുടെ മനസ്സിനെ ഏകാഗ്രതയോടുകൂടി വെക്കാൻ മഹാദേവന്റെ തൃപ്പാദങ്ങളിൽ അങ്ങനെ വെക്കണം. എന്ത് വേണം? ആ ചിന്മുദ്രയും അഭയമുദ്രയും പിടിച്ചിരിക്കുന്ന മഹാദേവന്റെ രൂപവും മനസ്സിൽ വെച്ച് നിങ്ങൾ അങ്ങനെ പ്രദക്ഷിണം വെക്കുമ്പോൾ മഹാദേവൻ ചിന്തിക്കൂത്രേ, എന്നും വന്ന് ശംഭോ മഹാദേവ എന്ന് വിളിക്കുമ്പോൾ എത്ര കാലമായി ഇപ്പൊ അമ്മ അങ്ങനെ വരുന്നു, ഇനിയിപ്പോൾ അതിനെ കിടത്തണ്ട, ഇവിടെ പോന്നോട്ടെ. മഹാദേവൻ സംഹാരമൂർത്തിയാ. മരണത്തിനെ നമുക്ക് പേടിയാ. മരണത്തിനെ കുറിച്ച് എന്താ രാമായണം പറയുന്നത്? വസിഷ്ഠ മഹർഷി ചീത്ത പറയുന്നുണ്ട്. നമ്മളൊക്കെ വീട്ടിൽ കാണുന്ന അതേ രംഗ. അച്ഛൻ മരിച്ചു എന്നറിയുമ്പോൾ ശ്രീരാമചന്ദ്രൻ കരഞ്ഞ് തളർന്ന് താഴെ വീഴുന്നു. അവതാരമായ ശ്രീരാമചന്ദ്രൻ പോലും കരഞ്ഞു. പിന്നെ നമ്മൾ കരയാതിരിക്കുവോ? അവസാനം പറയാ, വസിഷ്ഠനായ കുലഗുരു കരയണ്ട, ജനിച്ചാൽ മരണം ഉറപ്പാലേ, ജന്മം മരിച്ചവർക്കും വരും എന്നതിൽ പറയുന്നുണ്ട്. പിന്നെ മരണം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജീർണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവ വസ്ത്രങ്ങൾ കൊള്ളുന്നു. ഈ കീറിയ കുപ്പായം വലിച്ചെറിയാൻ നിങ്ങൾക്ക് സങ്കടമുണ്ടോ? ഇല്ല. ഈ ശരീരത്തിലിരുന്ന് ഇനി കർമ്മം ചെയ്യാൻ വയ്യ എന്നാവുമ്പോൾ എന്ത് ചെയ്യുന്നു? മരണം സംഭവിക്കുന്നു എന്നാ പറയുന്നത്. ഇനി പിന്നെയും കർമ്മം ചെയ്യാൻ നമുക്ക് ഉണ്ടാവും, പക്ഷെ ഈ ശരീരം കൊണ്ട് നീട്ടു നിൽക്കാൻ വയ്യ. അങ്ങനെയുള്ള കർമ്മം തീരാതെ നമ്മൾ മരിച്ചു പോയാല് വീണ്ടും ജന്മമെടുത്തിട്ട് സഞ്ചിത കർമ്മങ്ങൾ എന്ന് പറയും, സഞ്ചിയിലാക്കിയിട്ട് കൊണ്ടിരുന്നതാ ഇവിടെ വന്നിട്ട്. അതാണ് ഈ 3 വയസ്സായ കുട്ടിക്ക് ക്യാൻസർ എന്നൊക്കെ പറയണില്ലേ, ഹേർട്ടില്ലാത്ത കുട്ടി ജനിച്ചു എന്നൊക്കെ പറയുന്നത്. അതിന് മുജ്ജന്മത്തിലുള്ള പൂർവജന്മ കൃതം പാപം വ്യാധിരൂപേണ ദൃശ്യതേ എന്നാ പറയുന്നത്. അതും ഇതിൽ പറയുന്നത് മലയാളത്തില് പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം എന്ന് പറയുന്നു രാമായണം. ഈ സംസ്കൃതത്തിൽ എഴുതി വെച്ച ശോകത്തിൽ നിന്നും ശ്ലോകം ഒഴുകി വന്നതാണ് രാമായണം. ഋഷി എങ്ങനെയാ എഴുതിയത്? വാൽമീകി മഹർഷി തമസാ നദിയിൽ കുളിക്കാൻ പോയതാ. വെറും ഒരു കാട്ടാളനായിരുന്നു. കാട്ടാളനിൽ നിന്നും സപ്തർഷികളുമായി ഒരു നിമിഷ നേരം ഒരു സത്സംഗം ഉണ്ടായപ്പോൾ വെറും കാട്ടാളന് വാൽമീകി മഹർഷിയായിട്ട് ഉയരാൻ കഴിഞ്ഞു. അതാണ് സത്സംഗത്തിന്റെ മഹിമ. സത്സംഗത്വേ നിസ്സംഗത്വം. സത്സംഗം ഉണ്ടായാൽ നമുക്ക് പിന്നെ തോന്നി വർത്താനൊന്നും പറയണ്ട. നമുക്ക് സുഹൃതം ഇല്ലാത്തത് കൊണ്ട് അതിൽ ശ്രദ്ധിക്കാൻ തോന്നാത്തതേ. പണ്ട് ഫിസിക്സ് ക്ലാസ്സുകളിൽ ഞാൻ ഉറങ്ങും. എനിക്ക് ഏറ്റവും മനസ്സിലാവാത്ത ഭാഷ അതായിരുന്നു. ഒന്നും മനസ്സിലാവില്ല. ആകെ മനസ്സിലായത് എന്തെന്നറിയോ? എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. വേറെ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. എനിക്ക് മനസ്സിലാവാതെ കുറെ വൈകട്ട് പഠിച്ച് പാസ്സായതാ. അതുപോലെയാണ് ഇവിടെ വന്നിരുന്ന് രാമകഥയും തത്വമൊക്കെ കേൾക്കുന്നുണ്ട്. കുറെ വർഷമായി ടീച്ചറെ ഞങ്ങൾ രാമായണം വായിക്കുന്നു, പക്ഷെ ഒന്നും ഇപ്പോഴും അറിയില്ല. ഇതാണ് അവസ്ഥ. ഇതിലേക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ ഉണ്ടല്ലോ മഹാദേവനെ അനുഗ്രഹിക്കണം. മഹാദേവൻ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ശ്രീ പാർവതി ദേവി ചോദിച്ചു, അങ്ങ് എന്തായപ്പോഴും ഇനി ജപിക്കണേ? അപ്പൊ പറയാ, ഞാൻ രാമമന്ത്ര ജപിക്കണേ.
ആ സഹസ്രനാമത്തിലെ അവസാനം എന്താ? ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനേ. രാമനാമം സഹസ്രനാമത്തിന് തുല്യമാണ് പണ്ഡിതന്മാർക്ക് കേട്ടോ. അപ്പോ പറയാ ആരാ രാമൻ, ആ കഥയെന്ന് പറഞ്ഞു തരുമോ? നമ്മൾ സ്ത്രീകൾ ചോദിക്കില്ലേ. അപ്പോ ഒരു ചുരുക്കിയിട്ടേ ഒരൊറ്റ പോക്ക 2 പേജ് കൊണ്ട് തീർന്നില്ലേ ആദ്യം രാമായണം. അപ്പൊ പറയാ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ, ഒന്ന് വിസ്തരിച്ചു പറയൂ. അങ്ങനെയാണ് മഹാദേവൻ ഇത് പാർവതിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന. ഈ പറന്ന് നടക്കുന്ന പൈങ്കിളികൾക്ക് പോലും രാമകഥ അറിയാം, നമുക്കറിയാത്തത് അതിന്റെ തത്വങ്ങള്. എന്നിട്ട് പിന്നെ എന്താ ചെയ്തത്? ഈ മാരീചനും കഴിഞ്ഞ് സീതയെ കൊണ്ടുപോകുമ്പോ ആരെ കണ്ടു? ജടായു എന്ന പക്ഷിയെ കണ്ടു. അപ്പൊ പറഞ്ഞു ഇങ്ങനെ മാതിരിയൊക്കെ സംഭവിച്ചു. ആ വളകളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് വാനരന്മാര്, പഞ്ചവാനരന്മാര്. അപ്പൊ വള എടുത്തിട്ട് ചോദിക്കുക, വാൽമീകി രാമായണത്തിലുള്ളതാട്ടോ, ഹേ ലക്ഷ്മണ, ഈ വള നിനക്ക് പരിചയമുണ്ടോ? സീതാദേവിയുടെ ആണോ? അപ്പൊ പറയാ ഇല്ല, എനിക്കറിയില്ല, കണ്ടതായിട്ട് ഓർക്കണില്ല. അപ്പൊ ചോദിച്ചു ഈ കുണ്ടലങ്ങൾ സീതാദേവിയുടെ ആണോ? അറിയില്ല, ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ പാദസരങ്ങൾ എടുത്ത് കാണിച്ചിട്ട് ചോദിക്കുക, ലക്ഷ്മണ, ഈ കൊലുസുകൾ നീ കണ്ടിട്ടുണ്ടോ? അപ്പൊ പറഞ്ഞു അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ എന്നും പാദ നമസ്കാരം ചെയ്യുമ്പോ സീതാദേവിയുടെ അമ്മയുടെ, എഴുത്തിയമ്മ അമ്മയ്ക്ക് തുല്യാന്നാ പറയാ, ദേവിയുടെ കാലുകളിൽ ഈ കൊലുസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് അത്രയ്ക്കും ഉന്നതനായിരുന്നു ലക്ഷ്മണൻ എന്ന തത്വ. ആ ലക്ഷ്മണനോട് എന്താ സീതാദേവി പറഞ്ഞ്? ലക്ഷ്മണ, നിന്നോട് ഞാൻ പരുഷം ചൊന്നേനല്ലോ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. കാരണം പശ്ചാത്തപിക്കുക. ലക്ഷ്മണനോട് എന്താ പറഞ്ഞ്? രാമനാശാകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥം. രാമൻ നശിക്കണം എന്ന് ആഗ്രഹിക്കണ ഭരതന് വേണ്ടിയിട്ട് അവന്റെ ആഗ്രഹം സാധിപ്പിക്കാനാ കൂടെ വന്നതല്ലേ. എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ലാതാനും. ഭാര്യയ്ക്ക് വെക്കാനാന്നാ വിചാരിച്ചെന്നൊക്കെ ചോദിക്കുന്നത്. ഒരിക്കലും ചിന്തിക്കാത്ത കാര്യ. അങ്ങനെ മോശമായി ലക്ഷ്മണനോട് സംസാരിച്ചത് കൊണ്ട് മാത്രമാണ് 1 വർഷം രാവണന്റെ ഓപ്പൺ ജയിലിൽ പോയിട്ട് സീതാദേവിക്ക് അശോകവനിയിൽ ഇരിക്കേണ്ടി വന്നത്. ഇന്നത്തെ നമ്മളുടെ നെയ്യാറ്റിൻകരയിലുള്ള ഓപ്പൺ ജയിൽ സിസ്റ്റം അത്രയും വർഷം, 4000 വർഷം പഴക്കമുള്ള ആ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നു അശോകവനിയിലെ സീത. ആലോചിച്ചു നോക്കൂ, ഇതെല്ലാം നമുക്ക് പാഠങ്ങളാ. നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്ത ഒന്നും നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല. നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിൽ പറഞ്ഞത് മാത്രമേ നമുക്ക് നമ്മുടെ ഭൂമുഖത്ത് കാണാൻ കഴിയൂ എന്ന തത്വവും രാമായണം നമ്മളെ പഠിപ്പിക്കുക. ഇനിയിപ്പോ ഇവിടെ നിന്നൊക്കെ അങ്ങനെ കൊണ്ടുപോയി അവിടെ ചെന്നു കുംഭകർണനോട് പറഞ്ഞു, എന്നിട്ടും നടന്നില്ല. പിന്നെ എന്താ ഉണ്ടായത്? രാവണൻ തന്നെ നേരിട്ട് പോയി വധിക്കുക. ആ സമയത്ത് കൊല്ലാൻ പറ്റുന്നില്ല. മാതലിയെ തേരോടുകൂടി അയച്ചു. എന്ത് ചെയ്തിട്ടും രാവണനെ വധിക്കാൻ പറ്റുന്നില്ല. എത്ര തലയും മുറിച്ചിട്ടാ മുളച്ചു വരും. അപ്പോ ഈ മാതലി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അഗസ്ത്യ തപോധനൻ തന്ന ശാപം കൊണ്ടു കൊല്ലാന്ന്. അപ്പൊ ഇത് കൊടുത്തതും വാങ്ങിയതൊക്കെ നമ്മൾ കണ്ടു. അഗസ്ത്യ സ്തുതിയില് ഒരു വാളും കൊടുത്തു, ശാപബാണങ്ങളും കൊടുത്തു. ഇത് ദേവേന്ദ്രൻ തന്നതാ പറഞ്ഞിട്ട്. അത് മറന്നു. മനുഷ്യനായാൽ മറവി ഉണ്ടാവും എന്നുള്ളത് ഒരു സങ്കല്പ അവിടെ കാണിച്ചു തരുന്നത്. നാരദ മഹർഷി വന്ന് ഓർമ്മിപ്പിക്കുക. അപ്പൊ പറയാ, ഞാൻ സത്യവിരോധം ചെയ്യില്ല മഹർഷി, നാളെ അഭിഷേകം എനിക്ക് നടക്കില്ല എന്ന് ശ്രീരാമചന്ദ്രൻ. അപ്പൊ പറയാ, മനുഷ്യനായി വന്ന് ഇവിടെ അവതരിച്ചുല്ലോ, അപ്പൊ ഇനി മറന്നു പോയെങ്കിലോ വെച്ച് ഓർമ്മിപ്പിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. അതിനും അപ്പുറം നമ്മുടെ തൈത്തിരിയോപനിഷത്തിൽ പറയുന്ന അതിഥി ദേവോ ഭവ എന്ന മഹത് സങ്കല്പം നമുക്കിതിൽ കാണാം. നാരദ മഹർഷീശ്വരന, വിഷ്ണുവിന്റെ അവതാരമാണ് ശ്രീരാമചന്ദ്രൻ. എന്നിട്ട് പോലും അതിഥിയായി കയറി വന്നപ്പോ അർഘ്യപാദ്യാദികൾ കൊണ്ട് പൂജിച്ച് സൽക്കരിച്ച് സാഷ്ടാംഗം നമസ്കരിച്ചു ശ്രീരാമചന്ദ്രൻ. ഈ അഗസ്ത്യമുനി ചാപബാണങ്ങൾ കൊടുത്തപ്പോ സാഷ്ടാംഗം നമസ്കരിച്ചു ശ്രീരാമചന്ദ്രൻ. ശരിക്കും ഭഗവാന്റെ അവതാര നമസ്കരിക്കേണ്ട, പക്ഷെ മനുഷ്യനായതുകൊണ്ട്, അതിഥിയായതുകൊണ്ട് ഭഗവാൻ അത് ചെയ്ത് നമ്മളെ കാണിക്കുക. അതിഥി ദേവോ ഭവ എന്ന സങ്കല്പം അതിൽ രാമായണത്തിൽ നമുക്ക് കാണാം. ഇനി ആ ബാണങ്ങൾ എടുത്ത് രാവണനെ അങ്ങോട്ട് കൊന്നു വീഴ്ത്തിയപ്പോ രാക്ഷസ സ്ത്രീകൾ എന്താ പറഞ്ഞത്? ആ ശൂർപ്പണഖ ശ്രീരാമചന്ദ്രനെ ആഗ്രഹിച്ചുകൊണ്ടാ ഇത്രയും ദുഷ്ടത്തരങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പൊ എല്ലാവർക്കും ഭർത്താവില്ലാതെ ഈ കുട്ടികളില്ലാതെ എന്ന് പറയുന്നു. അപ്പോ എന്താ ഇവിടെ പറയുന്നതെന്നോ, ശൂർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മുറം പോലെ നഖമുള്ളവളാ ശൂർപ്പണഖ. ഈ ശൂർപ്പണഖ രാമനെ കൊതിച്ചു. നമ്മൾ അർഹിക്കാത്തത് ആഗ്രഹിക്കരുത് എന്ന തത്വം രാമായണം പഠിപ്പിക്കുക. ഇവിടെ രാവണൻ എന്താ പറഞ്ഞത്? നല്ല സുന്ദരിയാണ്. ഇവിടെ ഒന്ന് പറയാ, നിനക്ക് ഭാര്യയ്ക്ക് വെക്കാൻ പറ്റും, നല്ല സുന്ദരി. ആദ്യം ഒരു സത്യം പറഞ്ഞു, അതൊരു സത്യം തന്നെയാ. സുന്ദരി എന്നെയാ സീത, ലക്ഷ്മി ഭഗവതിയാ. പിന്നെ ഒരു നുണയും പറഞ്ഞു ശൂർപ്പണഖ. എന്താ പറഞ്ഞ്? അതിനു വേണ്ടി ഞാൻ അവളെ പിടിക്കാൻ തുടങ്ങി, നിനക്ക് ഭാര്യയാക്കാൻ. അതാണോ ചെയ്തത്?
ദേഷ്യം വരെ ആ പന്തടിക്കും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ. അപ്പം എന്താ ഘോരരൂപം കാണിച്ചു. നമ്മളും ദേഷ്യം വരുമ്പോൾ ഘോരരൂപമൊക്കെ കാണിക്കും വീട്ടിലില്ലേ. ഇതൊക്കെ ഇതിൽ പറഞ്ഞു വെച്ചതാണ്. അപ്പോഴാണ് ആ ഘോരരൂപം കണ്ടപ്പോൾ ലക്ഷ്മണൻ വന്നിട്ട് ആ വാൾ ഇങ്ങനെ വെച്ചു കൊടുത്തു അത്രേ. വാൽമീകി രാമായണത്തില് കാതും മൂക്കും പോയിന്നേ ഉള്ളൂ. ഇവിടെ എഴുത്തച്ഛൻ ഒന്നുകൂടി കൊഴുപ്പ് കൂട്ടിയിട്ട് മുലയും കൂടി പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ രണ്ട് സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, സൗന്ദര്യത്തിന് പിറകെ അർഹിക്കാത്തത് കൊതിച്ചു പോകരുത്. രാവണൻ ആ അർഹിക്കാത്ത തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിന് എന്ന് പറയുന്നുണ്ട്. അത് ആഗ്രഹിച്ചത് കൊണ്ടാണ് രാവണൻ തകർന്നത്. ആ പാഠം നമ്മൾ പഠിക്കുക. ശൂർപ്പണഖ രാമചന്ദ്രനെ ഭർത്താവായി കിട്ടണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് മരിക്കേണ്ടി വന്നത്. ഇനി ഇതെല്ലാം മുലയും മൂക്കൊക്കെ പോയില്ലേ, ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വധിച്ചു കഴിഞ്ഞിട്ടോ രാവണനെ വധിച്ചപ്പോൾ വിഭീഷണൻ കരയ. സ്വന്തം ജ്യേഷ്ഠനാ, നമ്മളും കരയുന്നുള്ള പാടാ. അപ്പൊ പറയാണ്, കരയൊന്നും വേണ്ട, എൻ്റെ ആയുധം കൊണ്ട് മരിച്ചവൻ, എന്നെ കണ്ടു മരിച്ചവൻ മോക്ഷം തന്നെ. എന്നിട്ട് സംസ്കാരാദി കർമ്മങ്ങൾ പോലും ചെയ്തു. ലങ്ക വിഭീഷണ അഭിഷേകം ചെയ്തു കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്നിട്ടോ സുഖമായി അഭിഷേകം ചെയ്ത് ഭരിച്ചു എന്ന് പറയുന്നു. ഇത്രയും തത്വങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ രാമായണം നമ്മളോട് പറയാ. എല്ലാ വർഷവും ഇങ്ങനെ വായിച്ച് വായിച്ച് പോവാതെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ഇരുന്ന് ചിന്തിക്കുക, എന്താ ഇപ്പൊ ഈ വരി പറഞ്ഞത്. ഓരോ വരികൾ എടുക്കുമ്പോഴും അതിലിങ്ങനെ ഒരുപാട് തത്വങ്ങൾ. വെറും രാമായണം കൊണ്ട് മോക്ഷം നേടിയവരുണ്ട്. ഇപ്പൊ ചെമ്മലയിലെ ഒരു മീനാക്ഷി എന്ന് പറഞ്ഞൊരു അമ്മ ഉണ്ടായിരുന്നു. അവരാണ് എനിക്ക് ആ ഏകശ്ലോകി രാമായണമൊക്കെ എഴുതി പഠിപ്പിച്ചു തന്നത്. ഒരു അത്ര അക്ഷരമൊന്നും കറക്റ്റായിട്ട് എഴുതാൻ അറിയുന്ന സ്ത്രീ ആയിരുന്നില്ല, പക്ഷെ രാമായണം ബൈഹേർട്ടായിരുന്നു. പണ്ടുള്ളവർ രാമായണം സന്ധ്യയ്ക്ക് എല്ലാവരും വായിക്കുമായിരുന്നു, രാവിലെയെങ്കിലും വായിക്കും. മുത്തശ്ശി എന്താ പറഞ്ഞേ? രാമായണം പട്ടിണിക്ക് ഇടരുത് കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞത്? നമ്മൾ അന്ന് വാങ്ങന്നെ വേണ്ട അല്ലെ? അതല്ല പറഞ്ഞത്, രാമായണം വാങ്ങണം. നമ്മൾ ഗൃഹപ്രവേശം ചെയ്യുമ്പോൾ ഗ്രന്ഥത്തോടുകൂടി പ്രവേശിക്കണം, അതവിടെ പൂജിച്ച് വെക്കരുത്. പലരും ഇപ്പം അങ്ങനെ ചെയ്യുന്നു പറഞ്ഞപ്പോൾ അത് ദിവസം ഒരു പേജെങ്കിലും വായിക്കണം, പട്ടിണി ഇടരുത് എന്നാ പറഞ്ഞ്. ഇനിയിപ്പോൾ ഒരു മാസം രാമായണം മാറ്റി വെച്ച് അടുത്ത മാസം ഭാഗവതം എടുത്തു വെച്ചിട്ട് കുഴപ്പമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ 24 മണിക്കൂറുണ്ട്. അതിൽ 8 മണിക്കൂർ ഉറങ്ങിക്കോളൂ, 8 മണിക്കൂർ ജോലിക്ക് പോയിക്കോളൂ. പിന്നുള്ള 8 മണിക്കൂർ നിങ്ങൾ വെറും എന്റർടൈൻമെന്റിന് ഉപയോഗിക്കുക. അതെങ്ങനെ ഉപയോഗിച്ചു? അവിടെയാണ് നിങ്ങളുടെ ആത്മീയമായ ഉന്നതി. കാരണം ഈ ശരീരം, ആ പൊരുൾ നിങ്ങൾ മനസ്സിലാക്കുക. അതിനാണ് എല്ലാ കഥകളും ഗ്രന്ഥങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. ഈ ശരീരം 10 വർഷം മുമ്പ് ഇങ്ങനെ ആയിരുന്നു? അല്ലാലോ. അടുത്ത 10 വർഷം കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉണ്ടാവുമെന്ന് പോലും നമുക്കറിയില്ല അല്ലെ. ഇപ്പൊ ഒക്കെ കൊറോണ അറ്റാക്കാ. അപ്പോൾ അങ്ങനെ ഈ ശരീരത്തിൽ ഇവിടെ ഇരിക്കാൻ കഴിയില്ല. വന്നപ്പോൾ 2 കിലോ ഉണ്ടായിരുന്നുള്ളൂ, പോകുമ്പോൾ 60 കിലോ ഉണ്ട്. കൊണ്ടുവന്നതല്ല, ഉറപ്പല്ലേ? അയൽവാസിയോട് ഒരു ഇത്തിരി പഞ്ചസാര വാങ്ങി തിരിച്ചു കൊടുക്കണ്ടേ? വാങ്ങിയതെല്ലാം തിരിച്ചു കൊടുക്കണം, വന്നതിനെല്ലാം തിരിച്ചു പോകണം, ജനിച്ചതിനെല്ലാം തുടങ്ങിയതിനെല്ലാം അവസാനിക്കണം. ഇത് നമ്മളെ രാമായണം പഠിപ്പിക്കുക. അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രനെ അവിടെ അഭിഷേകവും ചെയ്ത് എന്നും അയോധ്യം ഭരിച്ചിരുന്നാൽ പോരെ? എന്തിനാ സരയുവിൽ ഇറങ്ങി? അപ്പൊ പലരും പറയും സരയുവിൽ ഇറങ്ങിയിട്ട് എന്താ ചെയ്ത? ആദ്യം ആത്മഹത്യ തുടങ്ങിയ ശ്രീരാമനല്ലേ? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അങ്ങനെയല്ല അത് പറയുന്നത്. പാലാഴിയിലാണ് ശേഷനാഗത്തിന്റെ മുകളിൽ ശ്രീരാമചന്ദ്രൻ വിഷ്ണു ഭഗവാൻ ആ പാലാഴിയിലേക്ക് തന്നെ പോയി എന്നാ മനസ്സിലാക്കേണ്ടത്. കൂടെ കുറെ ജനങ്ങളും പോന്നു, ഇത്ര ഞങ്ങളും ഉണ്ട്. അവർക്കൊക്കെ മോക്ഷം കൊടുത്തു. അതാണ് ഭഗവാനെ ആശ്രയിച്ചാൽ മോക്ഷം ഉറപ്പാ. ഈ ജന്മം കിട്ടിയത് ഇതിലിങ്ങനെ സുഖിച്ചിരുന്ന് ജീവിക്കുക എന്ന് സുഖമുണ്ടോ? നിങ്ങൾ ഇന്ന് രാവിലെ എത്ര നേരാ ചിരിച്ചേ? വളരെ കുറച്ചാവും. എപ്പോഴും ടെൻഷനും പ്രശ്നങ്ങളും. ലൗകികൻ ഈ സംസാര സാഗരത്തിൽ ഇങ്ങനെ മുങ്ങി താഴുക. രാവിലെ നീട്ടാ എന്താ ചെയ്യണേ? ഈ ചെയ്ത് തന്നെ ചെയ്യണത്. കഴുകണു, മോർണു, അടിക്കണു, തുടക്കണു, വെക്കണു, തിന്നണു, കടന്നുറങ്ങണു അല്ലേ? ഇതിനപ്പുറം എനിക്ക് എൻ്റെ ആത്മാവിനൊരു ഉന്നതി ഉണ്ടാവാൻ ഉദ്ധരേതാത്മനാത്മാനം ആത്മാനേ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവാരിപുരാത്മനാ. നമ്മുടെ ബന്ധു ശത്രുക്കാരാ? നമ്മൾ തന്നെയാ. ഒരു പ്രഭാഷണം ഉണ്ട്, അല്ലെങ്കിൽ രാമായണം പറയാണ്ട് ഒന്ന് പോട്ടെ എന്ന് തോന്നിയാൽ നമ്മൾ നമ്മുടെ ബന്ധുവാ. എന്താ അതൊക്കെ? ഇതും തോണ്ടിയിരിക്കാൻ താമ്പൂലെന്ന് കരുതിയാ നമ്മൾ നമ്മുടെ ശത്രുവാ. നമ്മുടെ ആത്മാവിനെ ഉയർത്താൻ നമ്മൾ തന്നെ പരിശീലിക്കുക. നമ്മൾ ജപിച്ചാലേ നമുക്കുള്ളൂ. പിന്നെ ഒരു ഗുണം എന്താണോ? കലികാലത്തിൽ പുല്ലായിട്ട് ജനിച്ചാലും മതി എന്ന് ജ്ഞാനപ്പാന പറയാ. കൃതം ത്രേതം ദ്വാപരം കലി. ഈ ആദ്യത്തെ 3 യുഗത്തിലും കഠിനമായ ധ്യാനം, തപസ്, യജ്ഞം, അശ്വമേധയാഗമൊക്കെ ചെയ്തില്ലേ? ത്രേതായുഗത്തിലാ ശ്രീരാമചന്ദ്രൻ. പക്ഷേ കലികാലത്തിൽ ഈ ജ്ഞാനയജ്ഞം ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നില്ലേ? പറയുക, കേൾക്കുക, കഥാശ്രവണം, ഈ നാമജപം, ഇത് മാത്രം മതി. ഈ അമ്പലങ്ങളിൽ ചെയ്യുന്ന ഏറ്റവും വലിയ യജ്ഞമാണ് ജ്ഞാനയജ്ഞം. അതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്ത്. ഒരു കർക്കടകത്തിൽ ഒരു തവണയിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ തോന്നിയെങ്കിൽ അത് നിങ്ങൾക്ക് തോന്നിയ സുഹൃതം, മഹാദേവൻ നിങ്ങളെ അനുഗ്രഹിച്ചത്. അപ്പോൾ ആ ജ്ഞാനയജ്ഞത്തിൽ പങ്കെടുക്കുക.
കുറേ കാര്യങ്ങളൊക്കെ കേൾക്കും, ഇവിടെ വെക്കുക ഇതേ കളയാതെ. ചിലർ പറയും കേട്ട് കളയാന്ന്. പക്ഷെ എപ്പോഴും കുറേ കാലം കഴിയുമ്പോൾ എല്ലാം മാഞ്ഞു പോവും, മറന്നു പോവും. അതിനാണ് എല്ലാ വർഷവും നമ്മളിത് കേൾക്കുന്നത്. ഒരാചാര്യൻ അല്ലെങ്കിൽ വേറൊരു ആചാര്യൻ, അത്രയേ ഉള്ളൂ. പക്ഷെ ആര് പറഞ്ഞാലും കണ്ണടച്ച് വിശ്വസിക്കാതെ ഗ്രന്ഥങ്ങളിലൂടെ പോയി അതിൽ സത്യം ഉണ്ടോ എന്ന് മനസ്സിലാക്കിയും കൊണ്ട് വിശ്വസിക്കുക. അങ്ങനെ രാമായണ കഥ ഏകദേശം പറഞ്ഞു. നിങ്ങളുടെ സംശയവും തീർന്നു എന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? സംശയം ഉള്ളൂല്ലേ? ആകെ സംശയം വന്ന അവിടെ തൊടണം, ഇവിടെ തൊടണം. അപ്പൊ തൊഴാൻ എന്താന്ന് മനസ്സിലായി, ക്ഷേത്രം എന്താന്ന് മനസ്സിലായില്ലേ? മഹാക്ഷേത്രങ്ങളിലാണ് ആ പറഞ്ഞത് ശരിയാ, പക്ഷെ അത് മഹാക്ഷേത്രങ്ങളിലാണ്. നമ്മുടെ മഹാക്ഷേത്രം ആവണമെങ്കിൽ ഇവിടെ കൊടിമരം വരണം. അത് വന്നില്ലാലോ. ബലിക്കല്ല് ഉയരണം. ഇതിവിടെ ഇപ്പൊ അത്രയേ വെച്ചിട്ടുള്ളൂ അന്ന്. അപ്പൊ അതിലൊക്കെ തത്വങ്ങളുണ്ട്. ഇപ്പൊ നമ്മളായിട്ട് പിന്നെ ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് ക്ഷേത്രങ്ങൾ ഉയരും, മാറ്റങ്ങൾ വരും. അപ്പൊ ഇനി മാറ്റങ്ങൾ വരുമ്പോൾ മഹാക്ഷേത്രമൊക്കെ ആയി മാറും. അപ്പൊ അളവുകൾ എന്തായാലും മാറും. അന്നതങ്ങനെ ചെയ്യാം. അതാണ് അതിന്റെ സത്യം. എന്തെങ്കിലും പോകുമ്പോൾ നോക്കുക. ആ ഒരു സംശയം ചോദിച്ചത്. ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് കരുതുന്നു. യജ്ഞം സമർപ്പിക്കട്ടെ. എന്തായാലും ഞാൻ എന്നും ഇങ്ങനെ ഇതിലിരിക്കില്ല. ഞാനെന്ന് പറയണത് ഈ ശരീരമല്ല, ആത്മാവാണെന്ന് മനസ്സിലാക്കുക. മരണസമയം, മരണം എന്നുള്ളത് സത്യമാണ്. ഓരോ മരണവും കണ്ട് നമ്മൾ തിരിച്ചു വരുന്നു. അപ്പൊ എനിക്കും ഒരു ദിവസം ഇങ്ങനെ കടക്കേണ്ടി വരും. അപ്പൊ ആ സമയത്ത് ബോഡിയാവും നമ്മുടെ പേര് പോലും നമുക്ക് നഷ്ടപ്പെടും അല്ലേ? ബോഡി വന്നോന്നേ പിന്നെ ചോദിക്കൂ, തങ്കത്തിനെ കൊടുക്കണമെന്ന് ചോദിക്കില്ല. ഞാൻ തന്നെ തങ്കട്ടോ. അപ്പോ അതുകൊണ്ട് ഞാൻ ഇനി എന്നെ രക്ഷിക്കാൻ എൻ്റെ ചുറ്റുപാട് നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് അപ്പൊ ഇത്രയും സമയം പണിയെടുത്ത് കഴിച്ചു കൂട്ടണ ഓവർ ടൈമും അല്ലേ? ആ പൈസ മുഴുവനെ 10-ാം തീയതി ആകുമ്പോഴേക്ക് ബില്ലുകളായി മാറും അല്ലേ? പേപ്പർ ബില്ലാവും, പേപ്പറിന്റെ, പത്രത്തിന്റെ, പാലിന്റെ, ഇങ്ങനെ ബില്ലുകളായി 10-ാം തീയതി ആകുമ്പോഴേക്ക് ആ നോട്ടുകളൊക്കെ മാറും. പിന്നെ അടുത്ത മാസം ഈ റിപ്പീറ്റേഷൻ. എത്ര കാലം ഇങ്ങനെ ഇരിക്കും എന്നറിയില്ല. കലികാലത്തിൽ ആയുസ് കുറവാ നമുക്ക്. അപ്പൊ എന്ത് ചെയ്യാ? എല്ലാം പിന്നേക്ക് മാറ്റി വെക്കും നമ്മൾ. അതാ നമുക്കുള്ളൊരു കുഴപ്പം. എന്നും നമുക്കിവിടെ ഇരിക്കാൻ കഴിയില്ല. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം മുമ്പ് ചെയ്യാം. അപ്പോൾ സുന്ദരക്കണ്ട് എടുത്ത് വെക്കുമ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ടെൻഷനായില്ലേ? അയ്യോ ഇത് കടുക് പറ അല്ലേ? ഉഷസി നിശിചരികളിവരുടലും മമ ഭക്ഷിക്കും ഉറ്റവരായിട്ടൊരുത്തരുമില്ലമേ. ആ ഒരു താളത്തിലാണ് പോയാ എന്ത് സുഖ. സുന്ദരത്തിൽ ഒറ്റ കാര്യം പറയണത്, കണ്ടിതൂ സീതയെ. എന്താ പറയാനുള്ള കാര്യം നമ്മൾ ആദ്യം പറയണം. ആരെങ്കിലും വഴിക്ക് മക്കളെയൊക്കെ പറഞ്ഞയച്ചാൽ ആ കാര്യം സാധിച്ചു ചോദിച്ചാൽ ഞാനവിടെ പോയി, അപ്പോഴേക്ക് ബസ് പോയി, ഇങ്ങനെ പറയും. കാര്യം പറയില്ല സാധിച്ചു. അങ്ങനെയല്ല ചെയ്യേണ്ടതെന്നുള്ള തത്വം അവിടെ പഠിപ്പിക്കണേ. യജ്ഞം സമർപ്പിക്കട്ടെ. ഹരേ നാരായണ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർസ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ജഗദംബികായേതി സമർപ്പയാമി. സർവം സദാശിവായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ഹരി തത്സത്.